ഓക്കെ, അപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് പാറ്റേൺസ് ആയിരുന്നു. ടെക്നിക്കൽ അനാലിസിസിൻ്റെ അകത്ത് വരുന്ന ചാർട്ട്സ് ആൻഡ് ഗ്രാഫ്സ് കഴിഞ്ഞ് അതിൻ്റെ അകത്ത് പാറ്റേൺസിൻ്റെ അകത്ത് തന്നെ നമ്മൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് പറഞ്ഞു, റിവേഴ്സൽ പറഞ്ഞു, അതിനുശേഷം കണ്ടിന്യൂസ് പാറ്റേൺസ് ചെയ്ത് പിന്നെ വരുന്നതാണ് മാത്തമാറ്റിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. ഇവിടെ മാത്തമാറ്റിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് മെയിൻ ആയിട്ടും രണ്ടെണ്ണമാണ് വരുന്നത്, മൂവിങ് ആവറേജസും അതുപോലെ തന്നെ ഓസിലേറ്റേഴ്സും. സോ ആ പേരിൻ്റെ അകത്ത് തന്നെയുണ്ട്. മൂവിങ് ആവറേജസ് നമ്മൾ യൂസ് ചെയ്യുന്നത് മൂവിങ് ആവറേജസിന്റെ വാല്യൂസിനെ ബേസ് ചെയ്തിട്ട് പ്ലോട്ട് ചെയ്തിട്ടാണ് നമ്മൾ മൂവിങ് ആവറേജസ് ഉപയോഗിക്കുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് മാത്തമാറ്റിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ദ അണ്ടർലൈൻ ട്രെൻഡ്സ് ഓഫ് പ്രൈസ് മൂവ്മെന്റ്സ്. ഈ മൂവിങ് ആവറേജസ് എന്ന് പറയുന്നത് ഈ ട്രെൻഡിന്റെ അണ്ടർലൈൻ അല്ലെങ്കിൽ പ്രൈസ് മൂവ്മെന്റ്സിന്റെ ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിനു വേണ്ടിയിട്ട് ക്ലോസിംഗ് പ്രൈസ് ഓഫ് ഷെയർസ് ആർ ജനറലി യൂസ്ഡ് ഫോർ ദ കാൽക്കുലേഷൻ ഓഫ് മൂവിങ് ആവറേജസ്. ഈ മൂവിങ് ആവറേജസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത് ക്ലോസിംഗ് പ്രൈസസ് ആണ്. സോ മൂവിങ് ആവറേജസിന്റെ അത് രണ്ട് കാര്യങ്ങളാണ് വരുന്നത്, സിമ്പിൾ മൂവിങ് ആവറേജസ്, മൂവിങ് ആവറേജസും. സോ നെക്സ്റ്റ് വൺ വരുന്നതാണ് ഓസിലേറ്റേഴ്സ്. ഓസിലേറ്റേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പേരിൻ്റെ അകത്ത് തന്നെയുണ്ട്, ഒരു സാധനത്തിനെ ചുറ്റി വരുന്നത് അല്ലെങ്കിൽ റൗണ്ട് ചെയ്ത് വരുന്ന ആ ഒരു അതുപോലുള്ള ഒരു മീനിങ് ആണ് ശരിക്കും ഓസിലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ സാധാരണ എന്താ പറയാ, ഈ സിമ്പിൾ പെൻഡുലം അതിൻ്റെ ഒക്കെ ഓസിലേഷൻ എന്നാണ് നമ്മൾ പറയുന്നത്, ഇങ്ങനെ ആടുന്നതിനെ. സോ അത് അതേ പാതയിൽ പോവുകയും തിരിച്ചു വരികയും ചെയ്യുന്ന ആ ഒരു മൂവ്മെന്റിനെയാണ് നമ്മൾ ഓസിലേഷൻ എന്ന് വിളിക്കുന്നത്. സോ അത് തന്നെയാണ് ഇവിടെയും ഓസിലേറ്റേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അത് ഇതിന്റെ ഗ്രാഫ് നമ്മൾ ഇതെന്താന്ന് പഠിക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എന്തുകൊണ്ടാണ് അതിന് ഈ പേര് വന്നത് എന്നുള്ളത്. സോ ഇതിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്ന ഐഡന്റിഫൈ ഓവർബോട്ട് ആൻഡ് അണ്ടർബോട്ട് കണ്ടീഷൻസ് ആൻഡ് ദ പോസിബിലിറ്റി ഓഫ് ട്രെൻഡ് റിവേഴ്സൽ. ഇവിടെ ഓവർസോൾഡും അതുപോലെ തന്നെ ഓവർബോട്ട് കണ്ടീഷൻസ് കാണാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ട്രെൻഡ് റിവേഴ്സൽ നടക്കാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ എവിടെ വെച്ചാണ് ഏത് പോയിന്റിലാണ് ട്രെൻഡ് റിവേഴ്സൽ നടക്കുന്നത്, ഇതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഓസിലേറ്റേഴ്സ് നമ്മൾ കോൾഡ് ഓസിലേറ്റേഴ്സ് ബിക്കോസ് ദേ മൂവ് അക്രോസ് എ റെഫറൻസ് പോയിന്റ്. ഒരു റെഫറൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിന്റെ മീനിങ് എന്താണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഓസിലേറ്റേഴ്സ് എന്ന് വിളിക്കുന്നതെന്ന്. ഒരു റെഫറൻസ് പോയിന്റ്, അത് നമ്മൾ ഫിക്സ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ്. സോ ആ പർട്ടിക്കുലർ പോയിന്റിനെ അതിനെ ക്രോസ് ചെയ്തുകൊണ്ടാണ് അത് സഞ്ചരിക്കുന്നത്. ഒന്ന് മുകളിൽ നിന്ന് താഴേക്ക് ക്രോസ് ചെയ്യാം, അല്ലെങ്കിൽ താഴെ നിന്ന് മുകളിലേക്ക് ക്രോസ് ചെയ്യാം. സോ ആ ഒരു റെഫറൽ പോയിന്റിനെ ബേസ് ചെയ്തിട്ടാണ് അത് മുന്നോട്ടേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് അതിനെ ഓസിലേറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. സോ ഇവിടെയും ഡാറ്റ. സോ ഓസിലേറ്റേഴ്സ് കണക്കാക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ക്ലോസിംഗ് പ്രൈസ് ഡാറ്റാസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഓസിലേറ്റേഴ്സിന്റെ അകത്ത് മെയിൻ ആയിട്ട് മൂന്ന് കാര്യങ്ങളാണ്: റേറ്റ് ഓഫ് ചേഞ്ച് ഇൻഡിക്കേറ്റേഴ്സ്, അതുപോലെ തന്നെ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻ ആവറേജ്, കൺവേർജൻസ് ആൻഡ് ഡൈവേർജൻസ്. സോ ഇത്രയും മൂന്ന് കാര്യങ്ങളാണ് ഓസിലേറ്റേഴ്സിന്റെ അകത്ത് വരുന്നത്. സോ ഫസ്റ്റ് വൺ മൂവിങ് ആയിട്ട് വരുന്ന സാധനമാണ് സിമ്പിൾ മൂവിങ് ആവറേജ്. സോ ഇതിൻ്റെ അകത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൻ ആവറേജ് ഇസ് ദ സം ഓഫ് പ്രൈസ്. സോ ഇവിടെ ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞേക്കുന്നത് ആവറേജ് എന്താണെന്നുള്ളതാണ്. ആവറേജ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് എത്രയാണോ വാല്യൂസ് ഉള്ളത് അതിനെല്ലാം കൂടെ ടോട്ടൽ ചെയ്യുക, നമ്പർ ഓഫ് വാല്യൂസ് വെച്ച് ഡിവൈഡ് ചെയ്യുകയാണ്, ഒരു സെൻട്രൽ ടെൻഡൻസി കിട്ടും. അല്ലെ, നമ്മൾ സ്റ്റാറ്റിക് ഒക്കെ പഠിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്ന സമയത്തോ, അല്ലെങ്കിൽ നമ്മൾ റിസർച്ചിന്റെ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളൊക്കെ പറയും ഒരു സെൻട്രൽ ടെൻഡൻസി. അതാണ് നമ്മൾ നോർമലി ആവറേജസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെയും ആവറേജ് എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻ ആവറേജ് ഈസ് ദ സം ഓഫ് പ്രൈസ് ഓഫ് എ ഷെയർ ഫോർ എ സ്പെസിഫിക് നമ്പർ ഓഫ് ഡേയ്സ് ഡിവൈഡഡ് ബൈ ദ നമ്പർ ഓഫ് ഡേയ്സ്. സോ നമ്മൾ ഇത് സ്കൂൾ മുതൽ പഠിച്ചു വന്നിരിക്കുന്ന സാധനം തന്നെയാണ്. നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് ടോട്ടൽ ചെയ്യുക, അതിനെ നമ്പർ ഓഫ് വാല്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ നമ്മൾക്ക് എന്ത് കിട്ടും? ഒരു സെൻട്രൽ വാല്യൂ കിട്ടും, അല്ലെങ്കിൽ ആവറേജ് കിട്ടും. സോ ഇത് ഇവിടെ എന്തിനാ എടുക്കുന്നത്? calculated for a specific number of days, each average being calculated by including and excluding an old price. ഇവിടെ നമ്മൾ കണക്കാക്കുന്നത്, ഞാൻ ഇതിൻ്റെ അകത്ത് ഇതിന്റെ എക്സാമ്പിൾ PPT-ക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല, ഞാൻ ജസ്റ്റ് പറയാം. സോ ഇവിടെ നമ്മൾ ഇത് എങ്ങനെ കണക്കാക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ ഈ സിമ്പിൾ മൂവിങ് ആവറേജസ് നമ്മൾ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. സോ നമ്മൾ ഒരു നമ്പർ ഓഫ് ഡേയ്സ് ഫിക്സ് ചെയ്യുക. ഇപ്പം 7 ദിവസം, അല്ലെങ്കിൽ 15 ദിവസം, 20 ദിവസം എന്നുള്ള ആ ഒരു കാലാവധി, അല്ലെങ്കിൽ ആ ഒരു ടൈം ഡ്യൂറേഷൻ നമ്മൾ ആദ്യം ഫിക്സ് ചെയ്യുക. സോ ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറഞ്ഞാൽ 7 ദിവസത്തേക്കാണ് ഞാൻ
സിമ്പിൾ മൂവിംഗ് ആവറേജസ് കാണുന്നതെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു പർട്ടിക്കുലർ സെക്യൂരിറ്റിയുടെ 7 ദിവസത്തേക്കുള്ള ക്ലോസിംഗ് പ്രൈസസ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നു. സോ ദിവസത്തേക്കുള്ള പ്രൈസസ് ഞാൻ റെക്കോർഡ് ചെയ്തതിന് ശേഷം അതിനെല്ലാം കൂടെ സം ചെയ്യുകയും അതിനെ 7 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. 7 വരാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് 7 വാല്യൂസ് ആണുള്ളത്. സോ 7 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. എൻ്റെ ഡേ 7-ലെ മൂവിങ് അല്ലെങ്കിൽ ആവറേജ് എനിക്ക് കിട്ടുന്നു. ഞാൻ 1 മുതൽ 7 വരെയുള്ള ദിവസമാണ് എടുത്തത്. അതുകൊണ്ട് എനിക്ക് 1-ാമത്തെ ദിവസം കിട്ടുന്നത്, ഞാൻ ഈ വാല്യൂ എഴുതേണ്ടത് ഞാനൊരു ടേബിൾ ഫോമിലേക്കാണ് ഞാൻ ഇത് എഴുതുക. സോ ഈ വാല്യൂ ഞാൻ എഴുതുന്നത് 7-ാം ദിവസത്തിൽ ആയിരിക്കും. സോ ദെൻ ഞാൻ എന്താ ചെയ്യുന്നത്, എനിക്ക് 1-ാമത്തെ ദിവസം മുതൽ 7-ാമത്തെ ദിവസം വരെയുള്ള വാല്യൂ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നു, 8-ാമത്തെ ദിവസത്തെ വാല്യൂ എടുക്കുന്നു. സോ 8-ാമത്തെ ദിവസത്തെ വാല്യൂ എനിക്ക് കിട്ടി. സോ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ 8-ാമത്തെ ദിവസത്തെ വാല്യൂവിനോട് ഞാൻ ആഡ് ചെയ്യുകയും അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് ഡേയിലെ വാല്യൂ ഞാൻ അതിൻ്റെ അകത്ത് നിന്ന് ഡിഡക്ട് ചെയ്യുകയും ചെയ്യുന്നു. സോ എനിക്ക് എന്ത് കിട്ടി, 2nd ഡേ മുതൽ 8th ഡേ വരെയുള്ള വാല്യൂസിന്റെ ടോട്ടൽ കിട്ടി. സോ അഗൈൻ ഡിവൈഡഡ് ബൈ 7. കാരണം ഫസ്റ്റ് ഡേ ഞാൻ അവിടെ ഒഴിവാക്കി, അതിന് പകരം 8-ാമത്തെ ദിവസം ഞാൻ അവിടെ ആഡ് ചെയ്തു. അഗൈൻ നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത് 7 തന്നെയാണ്. സോ 2nd ഡേ മുതൽ 8th ഡേ വരെയുള്ള ക്ലോസിംഗ് പ്രൈസസ് ഞാൻ അഗൈൻ 7 വെച്ച് ഡിവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. ദെൻ എനിക്കൊരു വാല്യൂ കിട്ടുന്നു, അതും ആവറേജ് ആണ്. ദെൻ നെക്സ്റ്റ് 3rd ഡേ വരുമ്പോഴത്തേക്കും ഇതേപോലെ തന്നെ ഞാൻ എന്താണ്, 2nd ഡേ ഒഴിവാക്കുന്നു, അതിന് പകരമായിട്ട് 9th ഡേ ഞാൻ അതിനകത്തേക്ക് ആഡ് ചെയ്യുന്നു. സോ ഞാൻ അങ്ങനെ എന്ത് ചെയ്യുന്നു, ഒരു മൂവിങ് ആവറേജസ് അല്ലെങ്കിൽ ഒരു പാറ്റേൺ ഞാൻ ഉണ്ടാക്കുകയാണ് ചെയ്യുക. സോ ഈ പാറ്റേൺ ഉണ്ടാക്കിയിട്ട് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ പാറ്റേൺ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു പ്രൈസ് ചാർട്ടിലേക്ക് ആഡ് ചെയ്യുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടിയിരിക്കുന്ന ഈ ഓരോരോ ദിവസത്തെ പ്രൈസുകൾ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആവറേജ് വാല്യൂസ് ഉണ്ടല്ലോ, ഈ ആവറേജ് വാല്യൂസിനെ ഞാൻ ഒരു ഗ്രാഫിലേക്ക് പ്ലോട്ട് ചെയ്യും. സോ ഈ ഗ്രാഫ് എനിക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് കൃത്യം എന്താണ് പ്രൈസ് ചേഞ്ചസ് എത്രയാണ് എന്ന് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ പ്രൈസ് അല്ലെങ്കിൽ ഈ ഒരു ഗ്രാഫിലേക്ക് ഞാൻ പ്ലോട്ട് ചെയ്യും എന്ന് പറയുന്നത്, ഞാൻ പ്ലോട്ട് ചെയ്യുന്നത് ഓൾറെഡി ഉള്ള ഒരു പ്രൈസ് മൂവ്മെന്റ് ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ പ്രൈസ് ചാർട്ട് ഉണ്ടല്ലോ, പ്രൈസ് ക്ലോസിംഗ് പ്രൈസോ ഓപ്പണിംഗ് പ്രൈസോ ഒക്കെ കാണിക്കുന്ന, അല്ലെങ്കിൽ ഓരോ ദിവസത്തെയും പ്രൈസ് മൂവ്മെന്റ് കാണിക്കുന്ന ഒരു ലൈൻ ചാർട്ട് ഓൾറെഡി ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമ്മൾ ഓൾറെഡി ആദ്യം പറഞ്ഞായിരുന്നല്ലോ, ട്രെൻഡ് കാണാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാറുണ്ട്. സോ ഈ പ്രൈസ് ചാർട്ടിനകത്തേക്കാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ വാല്യൂസും ഞാൻ പ്ലോട്ട് ചെയ്യുന്നത്. സോ ഐ വിൽ ഗെറ്റ് 2 ലൈൻസ്, 2 ലൈനാണ് എനിക്ക് കിട്ടുന്നത്. സോ ഈ 2 ലൈനിനെ തമ്മിൽ എനിക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ ഇതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഈ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ഉപയോഗിക്കുന്നത്, സിംപിൾസ് യൂസ് ചെയ്യുന്നത്. സോ ഈ സിമ്പിൾ മൂവിങ് ആവറേജസ് ഞാൻ യൂസ് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് എന്താണ്, ഓവർസോൾഡ് കണ്ടീഷനും അതുപോലെ തന്നെ ഓവർ ബോട്ട് കണ്ടീഷനും എനിക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ ഓവർ ബോട്ട് എന്തിനാന്നുള്ളത് അടുത്ത ഇതിൽ പറയാം. സോ ഇതാണ് സിമ്പിൾ മൂവിങ് ആവറേജിന്റെ അകത്ത്, അല്ലെങ്കിൽ സിമ്പിൾ മൂവിങ് ആവറേജിന്റെ കാൽക്കുലേഷൻ വരുന്നത്. പറഞ്ഞിരിക്കുന്നത് എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് ആണ്. സോ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജിന്റെ അകത്ത് ഇതിന്റെ കൃത്യമായ ഒരു ഇക്വേഷൻ ഉണ്ട്. എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് കാണാൻ വേണ്ടിയിട്ട് കറന്റ് ക്ലോസിംഗ് പ്രൈസ് മൈനസ് പ്രീവിയസ് എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് ഇൻറ്റു ഫാക്ടർ പ്ലസ് പ്രീവിയസ് എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ്. സോ ഇവിടെ ഈ ഫാക്ടർ കാണാനുള്ള ഇക്വേഷൻ ആണ് ഇവിടെ തന്നേക്കുന്നത്. 2 ഡിവൈഡഡ് ബൈ n പ്ലസ് n എന്താണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമ്പർ ഓഫ് ഡേയ്സ് ഫോർ വിച്ച് ദ ആവറേജ് ഇസ് ടു ബി കാൽക്കുലേറ്റഡ്. എത്ര ദിവസത്തേക്കുള്ള എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് ആണ്, നമ്മൾ കഴിഞ്ഞ എക്സാമ്പിൾ പറഞ്ഞ 7 ഡേയ്സ് ഉണ്ടല്ലോ, അതേപോലെ എത്ര ദിവസത്തേക്കുള്ള വാല്യൂ ആണ് നമ്മൾ എടുക്കുന്നത്. സോ അതാണ് ഈ n കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഈ വാല്യൂസ് നമ്മൾ ഈ EMAയുടെ ഫസ്റ്റ് ലൈനിൽ കൊടുത്തിരിക്കുന്ന ഇക്വേഷനിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ ഇതിനകത്ത് പറഞ്ഞേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ പീരീഡ് ഓഫ് ആവറേജ് ഇൻഡിക്കേറ്റ്സ് ദ ടൈപ്പ് ഓഫ് ട്രെൻഡ് ബീങ് ഐഡന്റിഫൈഡ്. പിന്നെ ഇവിടെ പറഞ്ഞേക്കുന്നത് ഈ നമ്പർ ഓഫ് ഡേയ്സ്, എത്ര ദിവസമാണല്ലേ, എത്ര കാലാവധിയാണ് നമ്മൾ കണക്കാക്കുന്നത്. സോ ഈ ദിവസത്തിന്റെ ഡ്യൂറേഷൻ ഞാനിപ്പോ 5 ദിവസമായിരിക്കാം, 50 ദിവസമായിരിക്കാം, 200 ദിവസമായിരിക്കാം. സോ ഈ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഞാൻ ഏത് ടൈപ്പ് ട്രെൻഡിനെയാണോ ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അതിനനുസരിച്ചാണ് ഞാൻ ഈ ഡ്യൂറേഷൻ കണക്കാക്കേണ്ടത്. എനിക്ക് ഷോർട്ട് ടൈം ട്രെൻഡാണ് അറിയേണ്ടതെങ്കിൽ ഞാൻ വളരെ കുറച്ച് ദിവസത്തെ വാല്യൂ എടുത്തിട്ടായിരിക്കും പഠിക്കുക. എനിക്കൊരു മീഡിയം ടേം ട്രെൻഡാണ് അറിയേണ്ടതെങ്കിൽ ഞാൻ ഒരു മീഡിയം വാല്യൂ ആണ് എടുക്കുക. എനിക്ക് ലോങ് ടേമിലേക്കുള്ള
ഞാൻ ലോങ് അല്ലെങ്കിൽ വളരെ വലിയ ഒരു നമ്പർ ഓഫ് ഡേയ്സ് എടുത്തിട്ടാണ് ഞാൻ പഠിക്കുന്നത്. സോ അതാണ് ഞാൻ ഷോർട്ട്, മീഡിയം ആൻഡ് ലോങ് ടേം ട്രെൻഡ്സ്. അത് എന്താണ് നോർമലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ ഷോർട്ട് ടൈമിലേക്ക് വേണ്ടിയിട്ട് സാധാരണ 5 ദിവസമാണ് എടുക്കുന്നത്, മീഡിയം ടൈമിലേക്ക് വേണ്ടിയിട്ട് 50 ദിവസമാണ് എടുക്കുന്നത്, അതുപോലെ തന്നെ ലോങ് ടേം ട്രെൻഡ് അറിയാൻ വേണ്ടിയിട്ട് നോർമലി 200 ഡേയ്സ് ആണ് എടുക്കുന്നത്. നോർത്ത് ഇത് തന്നെ എടുക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അത് ആരാണോ അനലൈസ് ചെയ്യുന്നത് അയാളുടെ കൺവീനിയൻസിനനുസരിച്ച് അയാൾക്ക് വേണ്ട ഡേയ്സ് എടുക്കാം. ഇപ്പൊ 5 ഡേയ്സിന് പകരം 15 ഡേയ്സ് എടുക്കുന്നവരുണ്ട്, 7 ഡേയ്സ് എടുക്കുന്നവരുണ്ട്, 14 ഡേയ്സ് എടുക്കുന്നവരുണ്ട്. സോ അതെല്ലാം എന്താണ് അവരവരുടെ കൺവീനിയൻസ് ആ ഡേറ്റ്സ് എടുക്കുന്നത്. നെക്സ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത് മൂവിംഗ് ആവറേജസ് ആർ പ്ലോട്ടഡ് ഓൺ ദ പ്രൈസ് ചാർട്ട്. മൂവിംഗ് ആവറേജ് പറഞ്ഞ അതേ കാര്യം തന്നെ എവിടെയും പറഞ്ഞേക്കുന്നത്. എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജും നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രൈസ് ചാർട്ടിനകത്തേക്ക് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നു. കർവ്ഡ് ലൈൻ ജോയിനിങ് ദ MA മീൻസ് മൂവിംഗ് ആവറേജസ് റെപ്രസെന്റ് ദ ട്രെൻഡ് ലൈൻ. ഇവിടെ പറഞ്ഞേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വാല്യൂസ് ഉണ്ടല്ലോ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ഈ മൂവിംഗ് ആവറേജ് വാല്യൂസ്, സോ ഇതിനെ നമ്മൾ ഒരു ട്രെൻഡ് ലൈനായിട്ട് മാറ്റുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ എന്താണ്, നമ്മൾക്ക് ഒരു ലൈൻ ചാർട്ട് കിട്ടുന്നു, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആ തൊട്ട് മുകളിലത്തെ പറഞ്ഞിരിക്കുന്ന ആ ചാർട്ടിലേക്ക് പ്ലോട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞല്ലോ, അതിന്റെ ബാക്കിയായിട്ട് തന്നെയുള്ള ഒരു ലൈൻ തന്നെയാണ്. സോ നമ്മൾ ഈ ഒരു കർവ്ഡ് ലൈൻ ആയിട്ട് വരയ്ക്കുന്നു. സോ യു വിൽ ഗെറ്റ് എന്താ ട്രെൻഡ് ലൈൻ. സോ നെക്സ്റ്റ് ലൈൻ ഇൻഡിക്കേറ്റ് price line indicate and moves above or below this trend line. It may be taken as the first sign of trend reversal. പിന്നെ ഇവിടെ പറഞ്ഞേക്കോണം എന്താണ്, ഈ പ്രൈസ് ലൈന് ഇൻഡിക്കേറ്റ് ചെയ്യും എന്നാണ് പറഞ്ഞേക്കുന്നത്. അത് എവിടെ ഇൻഡിക്കേറ്റ് ചെയ്യും എന്നാണ് പറഞ്ഞേക്കുന്നത്, ഈ മൂവിംഗ് ആവറേജ് ലൈനിനെ പ്രൈസ് ലൈൻ എവിടെയൊക്കെയാണോ ക്രോസ് ചെയ്യുന്നത് അത് ഈ ട്രെൻഡ് റിവേഴ്സലിന്റെ ഇൻഡിക്കേഷൻ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ ഈ പ്രൈസ് ലൈനും അതുപോലെ തന്നെ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജിന്റെ ആ ലൈനും തമ്മിൽ എവിടെയൊക്കെയാണോ കൂട്ടിമുട്ടുന്നത് അല്ലെങ്കിൽ ഇന്റർസെക്ട് ചെയ്യുന്നത്, സോ ആ ഏരിയാസിൽ അല്ലെങ്കിൽ ആ ഒരു ഏരിയകള് എന്താണ് ഒരു ട്രെൻഡ് ഫസ്റ്റ് സൈൻ ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഇഫ് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം MAs ആർ കോമ്പിനേഷൻ റിവേഴ്സൽ ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ ദ ഇന്റർസെക്ഷൻ ടു മൂവിംഗ് ആവറേജസ്. പിന്നെ ഇവിടെ പറഞ്ഞേക്കുവാണ് എന്താണ്, നമ്മളൊരു ഷോർട്ട് ടേമിലേക്കുള്ള മൂവിംഗ് ആവറേജസും അതുപോലെ തന്നെ ലോങ് ടൈമിലേക്കുള്ള മൂവിംഗ് ആവറേജസും നമ്മൾ എടുത്ത് അതിനെ നമ്മൾ ഒരേ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യും. സോ അത് എവിടെയൊക്കെ ഇന്റർസെക്ട് ചെയ്യുന്നു അതും എന്താണ് ഒരു ട്രെൻഡ് റിവേഴ്സലിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇതാണ് ശരിക്കും ഈ ഒരു കാര്യത്തില് ഈ ലാസ്റ്റ് ലൈൻ കണ്ടോ, മൂവിംഗ് ആവറേജ് കൺവെർജൻസ് ആൻഡ് ഡൈവർജൻസ് എന്ന് പറയുന്നത് ആ സാധനമാണ് ഇപ്പൊ പറഞ്ഞത്. സോ എന്താണ്, നമ്മൾ ലോങ് ടേം മൂവിംഗ് ആവറേജും ഷോർട്ട് ടേം അതന്നെ ലോങ് ടേം മൂവിംഗ് ആവറേജും ഷോർട്ട് ടേം മൂവിംഗ് ആവറേജസും എടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരേ ചാർട്ടിന്റെ അകത്ത് നമ്മൾ പ്ലോട്ട് ചെയ്യുകയും സോ അതെവിടെയൊക്കെ ഇന്റർസെക്ട് ചെയ്യുന്നു അതിനെ നമ്മൾ ഒരു ട്രെൻഡ് റിവേഴ്സലിന്റെ ഇൻഡിക്കേറ്റർ ആയിട്ട് കണക്കാക്കുകയും ചെയ്യുന്നു. സോ ഇതാണ് എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജസിന്റെ അകത്ത് വരുന്നത്. സോ രണ്ട് മൂവിംഗ് ആവറേജസ് ആണുള്ളത്. ഫസ്റ്റ് വൺ സിമ്പിൾ മൂവിംഗ് ആവറേജ് ആൻഡ് സെക്കൻഡ് വൺ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ്. ദെൻ നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് ഓസിലേറ്റേഴ്സ് ആണ്. സോ ഓസിലേറ്റർ നമ്മൾ ഓൾറെഡി ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു, മൂവിംഗ് ആവറേജ് എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതിന്റെ അകത്ത് തന്നെയാണ് ഈ ഒരെണ്ണം വരുന്നത്. ആൻഡ് ഫസ്റ്റ് വൺ പറഞ്ഞേക്കുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഇൻഡിക്കേറ്റേഴ്സ്. റേറ്റ് ഓഫ് ചേഞ്ച് ഇൻഡിക്കേറ്റർ ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇവിടെ പറഞ്ഞേക്കുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറന്റ് പ്രൈസ് ആസ് കമ്പയർഡ് ടു ദ പ്രൈസ് ഓഫ് എ സർട്ടൈൻ നമ്പർ ഓഫ് ഡേയ്സ് ഓർ വീക്ക് ബാക്സ്. ഇവിടെ പറഞ്ഞേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പാരിസൺ നടക്കുന്നത് എന്ന് വെച്ചാൽ പ്രൈസിന്റെ ചേഞ്ച് എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ പ്രൈസ് ചേഞ്ചിന്റെ ഒരു ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ എന്താ പറയാ ഒരു ചാർട്ട്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ മൂവിംഗ് ആവറേജസ് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പീരീഡ് ഫിക്സ് 1 വീക്ക് ആവാം, 1 മന്ത് ആവാം, ഇനി നമ്മൾ ഫിക്സ് ചെയ്യുന്നു. ചിലപ്പോൾ 1 ഇയർ വരെ ആവാം. ബുക്കിൽ അല്ലെങ്കിൽ എന്താ ഓൺലൈനിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ അവർ 1 ഇയർ എന്നാ പറയുന്നത്. 1 ഇയർ തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. നമുക്ക് 7 ഡേയ്സോ 1 മന്തോ 1 ഇയറോ എന്താണ് 180 ഡേയ്സ് പോലെയുള്ള നമുക്ക് ഇഷ്ടമുള്ള ഡേറ്റ് നമുക്ക് എടുക്കാം. പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ വാല്യൂ, ഇന്നത്തെ കറന്റ് പ്രൈസും ആ പ്രീവിയസ് ഡേയിലെ പ്രൈസും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുന്നു. ഈ പ്രീവിയസ് ഡേ എന്ന് പറയുന്നത് തലേദിവസമല്ല ഉദ്ദേശിക്കുന്നത്, നമ്മൾ എത്രയാണോ ടൈം ഡ്യൂറേഷൻ എടുത്തിട്ടുള്ളത് അതിന് മുൻപത്തെ പീരീഡ്. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ 7 ഡേയ്സ് ആണ് എടുക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുന്നു, ഞാൻ ഇന്നത്തെ പ്രൈസും
7 ദിവസം മുൻപുള്ള പ്രൈസും തമ്മിൽ കമ്പയർ ചെയ്യുന്നു. സോ ഇതാണ് ഇവിടെ ഈ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻഡിക്കേറ്ററിന്റെ അകത്ത് വരുന്നത്. സോ നമുക്ക് എന്ത് മനസ്സിലാവും? 7 ദിവസം കൊണ്ട് പ്രൈസിന്റെ വാല്യൂവില് എത്ര ചേഞ്ച് ഉണ്ടായി എന്ന് അറിയാൻ വേണ്ടി സാധിക്കും. സോ എന്താണ് ഞാൻ ഇതിനു വേണ്ടിയിട്ടും ഞാൻ എന്താണ് ഒരു ടേബിൾ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇവിടെ ആദ്യം നമ്പർ ഓഫ് ഡേയ്സ് എഴുതും. ദെൻ ഓരോ ദിവസത്തിന്റെയും ഞാൻ കൃത്യമായിട്ട് കണക്കാക്കി വെക്കുന്നു. ദെൻ ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ 7 ദിവസമാണ് എടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ എന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 7 ദിവസമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നതെങ്കിൽ, 8ാമത്തെ ദിവസം എനിക്ക് എന്താണോ കറണ്ട് പ്രൈസ് ഉള്ളത് അതിന് നേരെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഫസ്റ്റ് ഡേയിലെ പ്രൈസ് കമ്പയർ ചെയ്യുന്നത്. സോ എനിക്ക് അവിടെ 7 ദിവസത്തെ ഗ്യാപ്പ് കിട്ടും. ഫസ്റ്റ് ഡേയും 8th ഡേയും തമ്മിൽ ഞാൻ കമ്പയർ ചെയ്യുന്നു. സോ ഇൻ ബിറ്റ്വീൻ എനിക്ക് 7 ഡേയ്സ് ഉള്ളത്. സോ ഈ ഒരു രീതിയിലാണ് ഞാൻ മുന്നിലേക്ക് പോകുന്നത്. സോ എന്താണ് 9ാമത്തെ ദിവസം ഞാൻ എന്താണ് കമ്പയർ ഹലോ കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ കുഴപ്പമില്ല. എന്റെ ഒരു ഡിവൈസ് ലോഗ് ഔട്ട് ആയി പോയെന്ന് തോന്നുന്നു. ഓക്കെ, അവിടെ ഇരിക്കട്ടെ. സോ ഇവിടെ ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ ഇവിടെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ ഫസ്റ്റ് ഡേയിലെ വാല്യൂവും 8th ഡേയിലെ വാല്യൂവും തമ്മിൽ കമ്പയർ ചെയ്യും. ഇൻ ബിറ്റ്വീൻ എനിക്ക് 7 ഡേയ്സ് കിട്ടുന്നു. ഞാൻ ചെയ്യുന്നത് എന്താണ്? 9th ഡേയിലെയും 2nd ഡേയിലെയും തമ്മിൽ കമ്പയർ ചെയ്യുന്നു. അങ്ങനെയാണ് ഞാനത് മുന്നോട്ടേക്ക് പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ കൃത്യമായ ഒരു ഇക്വേഷൻ ഉണ്ട്, ROC, റേറ്റ് ഓഫ് ചേഞ്ച് ഇൻഡിക്കേറ്റർ. റേറ്റ് ഓഫ് ചേഞ്ച് ഇൻഡിക്കേറ്ററിന്റെ ഷോർട്ട് ഫോം ആണ് ROC. ROCI ഇല്ല, ROCA ഉള്ളൂ. സോ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് കറണ്ട് പ്രൈസ് എന്ന് പറയുന്നത് 8ാമത്തെ, ഞാനിപ്പോ പറഞ്ഞ എക്സാമ്പിളിൽ 8ാം പ്രൈസ് ഡിവൈഡഡ് ബൈ പ്രൈസ് n പീരീഡ് എഗോ എന്ന് വെച്ചാൽ ഫസ്റ്റ് 7 ഡേ ആ എടുക്കുന്നതെങ്കിൽ ഫസ്റ്റ് ഡേയിലെ പ്രൈസ് -1. സോ ഇതാണ് ഞാൻ എടുക്കുന്നത്. സോ ഈ പ്രൈസ് അല്ലെങ്കിൽ ഈ വാല്യൂ ആണ് ഞാൻ എടുക്കുന്നത്. കറന്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ പ്രൈസ് n പീരീഡ് എഗോ -1. സോ എനിക്ക് എന്ത് കിട്ടും? ഒരു വാല്യൂ കിട്ടും. ഈ വാല്യൂസിനെ ചെയ്യുന്നു, റെക്കോർഡ് ചെയ്ത് വയ്ക്കുന്നു. ദെൻ ഇവിടെ പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ ROC വാല്യൂ മേ ബി പോസിറ്റീവ്, നെഗറ്റീവ് ഓർ 0. നമുക്ക് ഈ RSG വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് പോസിറ്റീവ് വാല്യൂസ് കിട്ടാം, നെഗറ്റീവ് വാല്യൂസ് കിട്ടാം, അതുപോലെ തന്നെ 0 എന്ന് പറയുന്ന അബ്സല്യൂട്ട് വാല്യൂ നമുക്ക് കിട്ടാം. പിന്നെ എന്താണ്? ദ ROC values oscillate across the zero line. When the ROC line is above the zero line, the price is rising, and it is below the zero line, the price is falling. So ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ വാല്യൂ, ഈ ROC വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ലൈൻ ചാർട്ടിലേക്ക് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നു. സോ നമ്മൾക്ക് പോസിറ്റീവ് വാല്യൂവും നെഗറ്റീവ് വാല്യൂവും 0 വാല്യൂവും കിട്ടാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ നമ്മൾ സാധാരണ വരയ്ക്കുന്ന ഒരു XY ബാർ അല്ലെങ്കിൽ X ആക്സിസ് Y ആക്സിസ് എന്ന് വെച്ചാൽ ഒരു 2D ചാർട്ട് ആയിരിക്കില്ല നമ്മൾ വരയ്ക്കുക. നോർമലി നമ്മൾ വരയ്ക്കുക എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് വാല്യൂസ് പ്ലോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചാർട്ട് ആയിരിക്കും നമ്മൾ വരയ്ക്കുന്നത്. സോ അതിന്റെ അകത്ത് എന്താണ് ആയിരിക്കും 0 ലൈൻ വരുന്നത്. സോ ആ 0 ലൈനിന്റെ മുകളിലേക്ക് വരുന്ന വാല്യൂസ് പോസിറ്റീവ് വാല്യൂസും വരുന്ന വാല്യൂസ് നെഗറ്റീവ് വാല്യൂസും ആയിരിക്കും. സോ അതിനകത്ത് എന്താ വരുന്നത്? ഈ പോസിറ്റീവ് വാല്യൂസ് എന്ന് വെച്ചാൽ ROC വാല്യൂ പോസിറ്റീവ് ആണ് എങ്കിൽ ഈ 0 ലൈനിന്റെ മുകളിലായിരിക്കും, ഒബിയസ്ലി അതായിരിക്കുമല്ലോ, മുകളിലായിരിക്കും നമ്മൾ പ്ലോട്ട് ചെയ്യുക. മൈനസ് വാല്യൂ ആണ് എങ്കിൽ ഈ 0 ലൈനിന്റെ താഴെയായിരിക്കും നമ്മൾ അത് പ്ലോട്ട് ചെയ്യുന്നത്. സോ അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ അല്ലെങ്കിൽ മുകളിൽ പ്ലോട്ട് ചെയ്യുന്ന സമയത്തോ നമ്മൾക്ക് അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം എന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. when the ROC line is above the zero line, the price is rising. ഇവിടെ പറഞ്ഞേക്കുന്നത് ഈ 0 ലൈനിന്റെ മുകളിലാണ് ഈ ROC വാല്യൂ ഉള്ളതെങ്കിൽ അതിനർത്ഥം പ്രൈസ് കൂടുകയാണ്, എന്ന് വെച്ചാൽ ബുള്ളിഷ് ട്രെൻഡ് ആണ് ഉള്ളത്. സോ ഈ 0ന്റെ താഴെയാണ് ഉള്ളതെങ്കിൽ പ്രൈസ് കുറയുകയാണ് അല്ലെങ്കിൽ ബെയറിഷ് ട്രെൻഡ് ആണ് ഉള്ളത്. എന്നോട് പറഞ്ഞേക്കുന്നത് we should buy a share that is oversold and sell that is overbought എന്ന് വെച്ചാൽ ബിലോ 0 ലൈൻ. നമ്മൾ ഈ വാല്യൂ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ROC വാല്യൂ 0 ലൈനിന് എബോവ് ആയിട്ടുള്ള സമയത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പർട്ടിക്കുലർ ഷെയർസ് അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ സെക്യൂരിറ്റി നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടതും. അത് എപ്പോഴാണോ താഴേക്ക് പോകുന്നത് അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അത് വിൽക്കേണ്ടതും. സോ ഓവർസോൾഡ് എന്ന് പറഞ്ഞ്
ഓവർസോൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പർച്ചേസ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുന്നതിനെയാണ് നമ്മൾ ഓവർസോൾഡ് എന്ന് വിളിക്കുന്നതും. ഓവർ ബോട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിൽക്കേണ്ട സാഹചര്യത്തിനാണ് നമ്മൾ ഓവർ ബോട്ട് എന്ന് വിളിക്കുന്നത്. സോ ഇവിടെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഈ സീറോ ലൈനിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഓസിലേറ്റർ എന്ന് വിളിക്കുന്നത്. സോ ഇവിടെ നമ്മൾ ആ ഫിക്സ് ചെയ്തിരിക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് ആ സീറോ ലൈൻ ആണ്. ആ സീറോനെ ചുറ്റിയാണ് എന്ത് വരുന്നത്, ഇതിന്റെ വരുന്നത്. സോ നമ്മൾ ഇരിക്കുന്ന ലൈൻ എന്ന് പറയുന്നത് സീറോ ലൈനാണ്. ആ സീറോ ലൈനിന് മുകളിലേക്ക് പോകുന്നത് എപ്പോൾ, ആ സീറോ ലൈനിന് താഴേക്ക് വരുന്നത് എപ്പോൾ, അത് നോക്കിയിട്ടാണ് നമ്മൾ ഷെയർസ് വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന അപ്സൈഡ് ക്രോസിംഗ് ഇൻഡിക്കേറ്റ് എ ബൈയിങ് ഓപ്പർച്യൂണിറ്റി. താഴെ നിന്ന് മുകളിലേക്കാണ് സീറോ ലൈനിനെ ക്രോസ് ചെയ്യുന്നത് എങ്കിൽ ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആണ്. കാരണം എന്തുകൊണ്ടാണ്, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, അവിടെ മുകളിലേക്ക് കയറിയാൽ ആണ്, അല്ലെങ്കിൽ അതിന്റെ പ്രൈസ് കൂടുകയാണ്. സോ നമ്മൾ ചെയ്യുക. ഡൗൺവേർഡ് ക്രോസിംഗ് ഇൻഡിക്കേറ്റ് എ സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി. സോ ഈ സീറോ ലൈനിന് താഴേക്കാണ് ക്രോസ് ചെയ്യുന്നതെങ്കിൽ, എന്ന് വെച്ചാൽ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് അതിന്റെ വാല്യൂ പോകുന്നതെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സെക്യൂരിറ്റീസ് സെല്ല് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. കാരണം എന്താണ്, നമ്മൾ സെല്ല് ചെയ്തില്ല എങ്കിൽ ഫർദർ ഡൗൺഫോൾ ഉണ്ടാവുകയും നമ്മുടെ പ്രൈസ് താഴേക്ക് പോവുകയും ചെയ്യും. സോ ബെറ്റർ സെയിൽ. പിന്നെ പറഞ്ഞിരിക്കുന്ന ROC ഹാസ് ടു ബി യൂസ്ഡ് അലോങ് വിത്ത് ദ പ്രൈസ് ചാർട്ട്. പിന്നെ ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താണ്, പ്രൈസ് ചാർട്ടിന്റെ കൂട്ടത്തിലും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, ROCs ഉപയോഗിക്കുന്നുണ്ട്. ആൻഡ് സെക്കൻഡ് പറഞ്ഞേക്കുന്നതാണ് റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ്. റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് RSI. സോ ഐയുടെ ഇക്വേഷൻ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. RSI is equal to 100 minus 100 divided by 1 plus RS. RS എന്താണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. RS എന്ന് പറയുന്നത് ആവറേജ് ഗെയിൻ പെർ ഡേ ഡിവൈഡഡ് ബൈ ആവറേജ് ലോസ് പെർ ഡേ. ഇതിനെയാണ് നമ്മൾ RS കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന മോസ്റ്റ് കോമൺലി യൂസ്ഡ് ടൈം പീരീഡ് ഫോർ കാൽക്കുലേറ്റിംഗ് RS is 14 days. ഈ RS കണക്കാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടൈം പീരീഡ് എന്ന് പറയുന്നത് 14 days ആണ്. സോ ഇനി RS എന്താന്ന് പറയാം. ഈ 14 ദിവസം, ഞാനിപ്പോൾ ഒരു പർട്ടിക്കുലർ സെക്യൂരിറ്റി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ 14 ദിവസത്തിൽ എത്ര ദിവസമാണ് ഇതിന് ഗെയിൻ ഉണ്ടായത്, എത്ര ദിവസമാണ് ഇതിന് ലോസ് ഉണ്ടായത്, ആ നമ്പർ ഓഫ് ഡേയ്സ് ആണ് ഞാൻ ഇവിടെ എടുക്കുക. സോ ഈ 14 ദിവസം 10 ദിവസം ഗെയിൻ ഉണ്ടാവുകയും 4 ദിവസം ലോസിലാണ് അത് ക്ലോസ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, 10 ഡിവൈഡ് എടുക്കും. സോ അതാണ് RSന്റെ വാല്യൂ. ഇപ്പൊ എക്സാമ്പിൾ വന്നിട്ടുണ്ടെങ്കിൽ 7 ദിവസം ഹൈക്ക് ഉണ്ടാവുകയും 7 ദിവസം താഴേക്ക് പോവുകയാണ് ചെയ്യുന്നതെങ്കിൽ 7 ഡിവൈഡ് ബൈ 7 1 ആയിരിക്കും എന്ത്, RSന്റെ വാല്യൂ എന്ന് പറയുന്നത്. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, പിന്നെ എന്താണ്, ഈ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ RSIയുടെ വാല്യൂ നമ്മൾ ഈ ഒരു ഗ്രാഫിലേക്ക് നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണ് ചെയ്യുക. സോ ഇവിടെയും നമ്മൾ എന്താണ്, ട്രെൻഡ് ലൈൻ ചാർട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യുന്നു, ലൈൻ ചാർട്ട്, ഈ ലൈൻ ചാർട്ട് നമ്മൾ എന്താണ് ഒരു കർവ്ഡ് ലൈൻ ആയിട്ട് വരയ്ക്കുകയും ചെയ്യുന്നു. പക്ഷെ ഇവിടെ നമ്മൾക്ക് സീറോ ലൈൻ അല്ല ഉള്ളത്, എല്ലാം പോസിറ്റീവ് ലൈൻ ആണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഒരു 30യും 70യും നമ്മൾ ബെഞ്ച് മാർക്ക് ആയിട്ട് എടുക്കുന്നു, അല്ലെങ്കിൽ അതൊരു ബോർഡർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അത് അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഒരു ബോർഡർ ആണ് ഈ 70-30 എന്നുള്ളത്. സോ അത് നമ്മളായിട്ട് എടുക്കുന്നതല്ല, കോമൺലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള, അല്ലെ ജനറലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ആണ് 70യും 30യും. സോ 70ക്ക് മുകളിൽ എപ്പോഴൊക്കെ ഈ ഗ്രാഫ് പോകുന്നു അപ്പോഴെല്ലാം നമ്മൾ അതിനെ ഓവർബോട്ട് ഏരിയ ആയിട്ട് അല്ലെങ്കിൽ ഓവർബോട്ട് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയും, എപ്പോഴാണോ 30ക്ക് താഴേക്ക് പോകുന്നത് അതിനെ നമ്മൾ ഓവർ സോൾഡ് ആയിട്ട് കൺസിഡർ ചെയ്യുകയും ചെയ്യുന്നു. സോ ആ കൃത്യമായിട്ട് ഈ ഗ്രാഫിന്റെ അകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴാണോ 70ക്ക് മുകളിൽ പോയി താഴേക്കുള്ള ട്രെൻഡ് തുടങ്ങുന്നത് അപ്പോൾ നമ്മൾ സെല്ല് ചെയ്യണം. അതാണ് അവിടെ കൃത്യമായി സെല്ല് എന്ന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ എപ്പോഴാണോ 30ന് താഴെ വരുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ നിന്ന് ബൈ ചെയ്യണം. സോ അതിൻ്റെ അകത്ത് അണ്ടർസ്റ്റുഡ് ആണ് എന്താണ്, നമ്മൾ താഴെ 30ക്ക് താഴെ നിൽക്കുന്ന സമയത്ത് നമ്മൾ പർച്ചേസ് ചെയ്യുകയും 70ക്ക് മുകളിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ സെല് ചെയ്യുകയും ചെയ്യുക. സോ ഓട്ടോമാറ്റിക്കലി എന്താണ്, നമ്മൾക്ക് ഗെയിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. സോ ഇതാണ് ഓവർബോട്ട് ഏരിയ അല്ലെങ്കിൽ ഓവർ സോൾഡ് ഏരിയയിൽ പർച്ചേസ് ചെയ്യുകയും സെല് ചെയ്യുകയും ചെയ്യണം എന്ന് പറയുന്നത്. സോ ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താണ്, when the RSI has crossed the 30 line from below to അല്ല ഫ്രം ആണ്, സോറി അവിടെ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, പെട്ടെന്ന് ടൈപ്പ് ചെയ്തുകൊണ്ടാണ്. when the RSI has crossed the 30 line from below to above and is rising
എ ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഈസ് ഇൻഡിക്കേറ്റഡ്. ഇവിടെ പറഞ്ഞേക്കുന്ന എന്താണ് ഈ ഒരു 30 ലൈനിനെ താഴെ നിന്ന് മുകളിലേക്ക് ക്രോസ് ചെയ്യുന്ന ഈ ഗ്രാഫ് നോക്കിയാൽ മതി. അവിടെയാണ് ഈ ആരോ മാർക്ക്, ബൈ എന്നുള്ള ആരോ മാർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. എവിടെയാണോ ക്രോസ് ചെയ്ത് ഈ 30 കടക്കുന്നത് അവിടെ നിന്ന് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ബൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ചിന്തിക്കും ആ B1 എന്ന് കൊടുത്തേക്കുന്ന അവിടെയാണ് ഏറ്റവും കുറവ് വന്നേക്കുന്നത്, അല്ലെങ്കിൽ പോട്ടെ B2 എന്ന് പറയുന്നത് കുറച്ചും കൂടെ കൂടുതൽ ഏറ്റവും താഴെയാണ് നിൽക്കുന്നത്, അവിടെ നിന്ന് നമ്മൾക്ക് മേടിച്ചാൽ ഡൗട്ട് എല്ലാവർക്കും വരും. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാല് നമ്മൾ ഇതെല്ലാം ഉപയോഗിക്കുന്നത് എന്താണ്, ട്രെൻഡ് റിവേഴ്സലിന്റെ ഇൻഡിക്കേറ്റർ ആയിട്ടാണ്. സോ നമ്മൾക്ക് ഈ B1-ലോ B2-ലോ ഈ ട്രെൻഡ് റിവേഴ്സ് ചെയ്തു എന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. കാരണം എന്താണ്, അത് ചിലപ്പം ഷോർട്ട് ടേമിലേക്കുള്ള ഫ്ലക്ച്വേഷൻ ആവാം. ഈ B2 കഴിഞ്ഞ് B3 വരുന്നത് ചിലപ്പോൾ നേരെ വീണ്ടും താഴേക്ക് അങ്ങ് പോയി എന്ന് വരാം. സോ ഇത് എപ്പോഴാണോ ഒരു സേഫ് ലൈൻ പോലെ ഈ 30 ക്രോസ് ചെയ്യുന്നത് അപ്പോഴാണ് നമ്മൾ ഉറപ്പിക്കുന്നത് ബെയറിഷ് ട്രെൻഡ് കഴിഞ്ഞു, ബുള്ളിഷ് സ്റ്റാർട്ട് ചെയ്തു. സോ ട്രെൻഡ് റിവേഴ്സൽ ആണ് എന്ന് നമ്മൾക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്നത് ഈ 30 ക്രോസ് ചെയ്ത് അങ്ങ് തൊട്ട് മുകളിലേക്ക് കയറുമ്പോഴാണ്. സോ അവിടുന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പർച്ചേസ് ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മൾക്ക് എന്താണ് B1-ൽ മേടിച്ചാലോ B2-ൽ മേടിച്ചാലോ B3-ൽ മേടിച്ചാലോ നമുക്ക് കൂടുതൽ ലാഭം കിട്ടും, എന്ന് വെച്ചാൽ കുറഞ്ഞ പ്രൈസിൽ കിട്ടും. പക്ഷെ നമുക്കത് ഉറപ്പിക്കാൻ പറ്റില്ല ഇവിടെ മുതൽ ട്രെൻഡ് മാറി എന്നുള്ളത്. ചിലപ്പോൾ അത് വീണ്ടും താഴേക്ക് പോയി എന്ന് ഒരു കോൺസെപ്റ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ 30 ക്രോസ് ചെയ്യുന്ന പർച്ചേസ് ചെയ്യണം എന്ന് പറയാൻ വേണ്ടിയിട്ട് കാരണം. അതേ കാര്യം തന്നെയാണ് മുകളിലും വരുന്നത്. നമ്മൾ ഇപ്പം മുകളിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ, സെൽ ഏരിയ നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെയും നമുക്കൊരു ഡൗട്ട് കോമൺലി ചിന്തിക്കുന്നവർക്ക് വരുന്നൊരു ഡൗട്ടാണ്, T1-ൽ മേടിച്ചൂടെ, അല്ലെങ്കിൽ T1-ൽ സെൽ ചെയ്തുകൂടായിരുന്നോ, അല്ലെ T2-ൽ സെൽ ചെയ്തുകൂടായിരുന്നോ? എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു 70 ക്രോസ് ചെയ്യുന്നത്? അവിടെ സെൽ പോയിന്റ് കൊടുത്തേക്കുന്നത് T3-ലാണ്. അത് നിങ്ങൾ നോക്കണ്ട, 70 ആയിരിക്കും. അത് ഗ്രാഫിന്റെ മിസ്റ്റേക്ക് ആണ്, ഞാൻ ഗൂഗിളിൽ നിന്ന് എടുത്തതാണ്. സോ ആ 70 ക്രോസ് ചെയ്യുന്ന സമയത്താണ് ചെയ്യേണ്ടത്. കാരണം ഈ T1-ൽ നമ്മൾക്ക് ഒരിക്കലും വിൽക്കാൻ വേണ്ടി സാധിക്കില്ല. കാരണം എന്താണ്, നമ്മൾക്ക് ട്രെൻഡ് റിവേഴ്സിൽ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും സാധിക്കില്ല. കാരണം ചിലപ്പോൾ T1 കഴിഞ്ഞ് വീണ്ടും ചിലപ്പോൾ മുകളിലേക്ക് പോയെന്ന് വരാം. സോ നമ്മൾ നേരത്തെ കൊണ്ട് വിറ്റിട്ടുണ്ടെങ്കിൽ നമുക്ക് നഷ്ടം വരാനുള്ള സാധ്യത ഉണ്ട്. സോ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സോ ഈ 70 എപ്പോഴാണ് ക്രോസ് ചെയ്ത് താഴേക്ക് മൂവ്മെന്റ് കാണിക്കുന്നത് അപ്പോഴാണ് നമ്മൾ ഉറപ്പാക്കുന്നത് എന്താണ്, ട്രെൻഡ് റിവേഴ്സൽ ആയി. ഇനി കൈവച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് നഷ്ടമാണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, വിൽക്കുന്നു, എത്രയും പെട്ടെന്ന് വിൽക്കുന്നു. സോ ഇതാണ് ഇതിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത് വിചാരിക്കുന്നു. ദെൻ പറഞ്ഞേക്കുന്നത് മാർക്കറ്റ് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. സോ ഇങ്ങനെ വരുന്ന 5 കാര്യങ്ങളാണ് മെയിൻ ആയിട്ടും ഈ മാത്തമാറ്റിക്കൽ ഇൻഡിക്കേറ്റേഴ്സിന്റെ അകത്ത് പറഞ്ഞേക്കുന്നത്. സോ മാത്തമാറ്റിക്കൽ ഇൻഡിക്കേറ്റേഴ്സിന്റെ അകത്ത് മെയിൻ ആയിട്ട് വരുന്നത് മൂവിംഗ് ആവറേജസും അതുപോലെ തന്നെ ഓസിലേറ്റേഴ്സുമാണ്. മൂവിംഗ് ആവറേജസ് 2 എണ്ണവും ഓസിലേറ്റേഴ്സ് 3 എണ്ണവും. സോ മൂവിംഗ് ആവറേജസ്, രണ്ടാമത്തെ മൂവിംഗ് ആവറേജ് എന്ന് വെച്ചാൽ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജിന്റെ ലാസ്റ്റ് പോയിന്റിൽ നമ്മൾ ഓൾറെഡി ഈ ഓസിലേറ്ററിന്റെ 3ാമത്തെ കാര്യം പറഞ്ഞായിരുന്നു. സോ അതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. എന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ, ഈ മൂവിംഗ് ആവറേജിന്റെ ലോങ് ടേമും ഷോർട്ട് ടേമും കൂടെ ഒറ്റ ഗ്രാഫിന്റെ അകത്തേക്ക് ഇട്ടിട്ട് ഇത് തമ്മിൽ എവിടെയൊക്കെ ഇന്റർസെക്ട് ചെയ്യുന്നു എന്നത് വെച്ച് നമ്മൾ ട്രെൻഡ് റിവേഴ്സൽ ഐഡന്റിഫൈ ചെയ്യുന്നതിനെയാണ് ഈ 3ാമത്തെ ഓസിലേറ്റർ ആയിട്ടുള്ള മൂവിംഗ് ആവറേജ് കൺവേർജൻസ് ആൻഡ് ഡൈവേർജൻസിന്റെ അകത്ത് പറയുന്നത്. സോ അതാണ് അത് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. ഓക്കെ, ഇത്രയാണ് ഇങ്ങനെ വരുന്ന 5 കാര്യങ്ങളാണ് മെയിൻ ആയിട്ടും മാത്തമാറ്റിക്കൽ ഇൻഡിക്കേറ്റേഴ്സിന്റെ അകത്ത് പറയുന്നത്. സോ അഗൈൻ നെക്സ്റ്റ് കാറ്റഗറിയിലേക്ക് പോവാണ്, മാർക്കറ്റ് ഇൻഡിക്കേറ്റേഴ്സ്. സോ മാർക്കറ്റ് ഇൻഡിക്കേറ്റേഴ്സിന്റെ അകത്ത് വരുന്നത് കുറച്ച് കാര്യങ്ങളാണ്. നമ്മൾ ചുമ്മാ ഇതിനകത്ത് വലിയ തല വഹിക്കേണ്ട കാര്യമൊന്നുമില്ല. മാർക്കറ്റ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ്. സോ എന്താണ്, നമ്മൾ കണ്ണു തുറന്ന് പുറത്തേക്ക് നോക്കുക നമ്മൾ പറയുകയല്ലേ. സോ അതേപോലെയുള്ള കാര്യമാണ്. നമ്മൾ ചുമ്മാ മാർക്കറ്റിനെ നോക്കി നിന്നാൽ നമുക്ക് മനസ്സിലാകുന്ന കുറച്ച് കാര്യങ്ങളാണ് മാർക്കറ്റ് ഇൻഡിക്കേറ്റേഴ്സിന്റെ അകത്ത് പറയുന്നത്. ഇതിനകത്ത് വലിയ തല വഹിക്കേണ്ട, ചുമ്മാ ഒരു കോമൺ സെൻസ് ഉള്ള ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിന്റെ അകത്ത് വരുന്നത്. സോ മാർക്കറ്റ് ഇൻഡിക്കേറ്റേഴ്സിന്റെ അകത്ത് ഫസ്റ്റ് വൺ പറഞ്ഞേക്കുന്നത് ബ്രെഡ്ത്ത് ഓഫ് ദ മാർക്കറ്റ് ആണ്. ബ്രെഡ്ത്ത് ഓഫ് ദ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ അഡ്വാൻസസ് ആൻഡ് ഡിക്ലൈൻസ് ഓഫ് ഷെയർ പ്രൈസ് ഈസ് കോൾഡ് ദ ബ്രെഡ്ത്ത് ഓഫ് മാർക്കറ്റ്. ഇവിടെ പറഞ്ഞ ഡെയിലി നെറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് ഷെയർസ് ദാറ്റ് ഹാവ് അഡ്വാൻസ്ഡ് ആൻഡ് ഡിക്ലൈൻഡ്. Each day's difference is added to the next day's difference to form a continuous cumulative index. ഇവിടെ പറഞ്ഞേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ ദിവസവും നമ്മളിപ്പോൾ എന്താണ് നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇൻഡെക്സ് നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ആ ഇൻഡെക്സിനകത്തുള്ള എത്ര ഷെയർസ് റൈസ് ചെയ്തു അല്ലെങ്കിൽ ഹൈക്ക് ചെയ്തു, എത്ര ഷെയർസ് കുറഞ്ഞു. ഇപ്പൊ എക്സാമ്പിൾ ഞാൻ 10 സെക്യൂരിറ്റീസ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് 7 എണ്ണം കൂടി 3 എണ്ണം കുറഞ്ഞു.
സോ അതിന്റെ ഡിഫറൻസ് ഞാൻ കാണുന്നു. എന്താണ് 7 നിന്ന് 3 കുറച്ചിട്ടുണ്ടെങ്കിൽ 4. സോ അഗൈൻ അടുത്ത ദിവസം ഞാൻ ഈ 10 തന്നെ നോക്കുന്നു. അതിനകത്ത് ചിലപ്പോൾ എന്താണ് 5 എണ്ണം കൂടുന്നു, 5 എണ്ണം കുറയുന്നു. സോ 0. 5 എണ്ണം കൂടി, 5 എണ്ണം കുറഞ്ഞു, 0. സോ ഞാൻ എന്താണ് നേരത്തെ കിട്ടിയ 4 + 0, 4 തന്നെ അവിടെ വെക്കുന്നു. സോ ഇതേപോലെ ഞാൻ എന്താണ് ഈ ഒരു കുമുലേറ്റീവ് അതിൽ നിന്നും ഞാൻ എന്ത് ചെയ്യുന്നു, മാർക്കറ്റിന്റെ ട്രെൻഡ് ഐഡന്റിഫൈ ചെയ്യുന്നു. സോ ഇതാണ് ബർത്ത് ഓഫ് ദ മാർക്കറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് സെക്കൻഡ് പറഞ്ഞിരിക്കുന്നത് ഷോർട്ട് ഇൻട്രസ്റ്റ് ആണ്. ഷോർട്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഷോർട്ട് ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ വിച്ച് ഈസ് സെല്ലിങ് എ ഷെയർ ദാറ്റ് ഈസ് നോട്ട് ഓൺഡ് ബൈ ദ പേഴ്സൺ. ഇത് സാധാരണ ഭയങ്കര എന്താണ് നമ്മൾ ഈ ഇന്റർവ്യൂസിനൊക്കെ പോകുന്ന സമയത്ത്, ടീച്ചിങ് ഇന്റർവ്യൂവിനൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ ഫേവറേറ്റ് സബ്ജക്ട് പോർട്ട്ഫോളിയോ അനാലിസിസ് ആണ് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ഷോർട്ട് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഷോർട്ട് സെല്ലിംഗ് എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ ഷോർട്ട് സെല്ലിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര എന്താണ്, എന്റെ കയ്യിൽ ഇല്ലാത്ത ഒരു സാധനം ഞാൻ, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അതാണ്, എന്റെ കയ്യിൽ ഇല്ലാത്ത ഒരു സാധനം ഞാൻ വിൽക്കുന്നു, അതാണ് ഷോർട്ട് ഇൻട്രസ്റ്റ്. സോ ഇത് എങ്ങനെ വിൽക്കും എന്ന് ചോദിച്ചാൽ ഇത്രേ ഉള്ളൂ. ഒരു ഷെയറിന്റെ പ്രൈസ് ഭാവിയിലേക്ക് ഫോൾ ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് എനിക്ക് തോന്നുകയാണ് എങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ അത് സെയിൽ ചെയ്യും. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, അത് സെറ്റിൽ ചെയ്യേണ്ട സമയമാകുമ്പോൾ വില കുറഞ്ഞിട്ടുണ്ടാവും. സോ ഞാനത് ആ സമയത്ത് പർച്ചേസ് ചെയ്യുകയും അത് സെറ്റിൽ ചെയ്യുകയും ചെയ്യുന്നു. ഞാൻ സെല്ല് ചെയ്യുന്ന സമയത്ത് ആക്ച്വൽ സെയിൽസ് നടക്കുന്ന സമയത്ത് അതിന് ഓണർഷിപ്പ് എൻ്റെ കയ്യിൽ ഉണ്ടാവില്ല. അത് ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ രാവിലെയാണ് ഷോർട്ട് സെല്ലിംഗ് ഒക്കെ എന്താണ് ഇൻട്രാഡേന്റെ അകത്താണ് സാധാരണ നടക്കുക, ഇൻട്രാഡേ ട്രേഡിങ്ങിന്റെ അകത്താണ് സാധാരണ നടക്കുക. സോ എന്താണ് ഞാനിപ്പോ രാവിലെ മാർക്കറ്റിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഇപ്പം എന്താണ് റിലയൻസിന്റെ ഷെയർ പ്രൈസ് രാവിലത്തേനേക്കാൾ താഴേക്ക് പോകാൻ സാധ്യതയുണ്ട്. സോ ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഒരു 10 ഷെയർ വിൽക്കും. എന്റെ കയ്യിൽ ഉണ്ടാവില്ല, പക്ഷെ എന്താണ് ഞാൻ ഓഫർ ചെയ്ത് ഞാനത് കോട്ട് ചെയ്ത് അവിടെ ഇടും, ആർക്ക് വേണമെങ്കിലും മേടിക്കാം എന്നും പറഞ്ഞ്. സോ ആൾക്കാരത് വേണ്ട ആൾക്കാരത് പർച്ചേസ് ചെയ്യും. ഇതിന്റെയൊക്കെ സെറ്റിൽമെന്റ് നടക്കുന്നത് എന്താണ്, ഈവനിങ് ആണ് അല്ലെങ്കിൽ ക്ലോസിംഗ് ടൈമിലാണ് ഇതിന്റെയൊക്കെ സെറ്റിൽമെന്റ് കാര്യങ്ങളെല്ലാം നടക്കുന്നത്. സോ എന്താണ് സംഭവിക്കുക, ആ സമയമാകുമ്പോഴത്തേക്കും ഈവനിങ് ആകുമ്പോഴത്തേക്കും എന്റെ പ്രൊഡിക്ഷൻ ശരിയാണ് എങ്കിൽ അതിനകത്ത് അവിടെ റിസ്ക് ഉണ്ട്, ശരിയാവാനും ശരിയാവാതിരിക്കാനും സാധ്യതയുണ്ട് അല്ലെ, ചിലത് ശരിയാവും ചിലത് ശരിയാവില്ല. സോ എന്താണ് എന്റെ പ്രൊഡിക്ഷൻ ശരിയാണ് എങ്കിൽ ഞാൻ രാവിലെ വിൽക്കുന്ന സമയത്തുള്ള പ്രൈസിനേക്കാൾ കുറവായിരിക്കും വൈകുന്നേരം ഉണ്ടാവുക. സോ ആ സമയത്ത് ഞാൻ പർച്ചേസ് ചെയ്യുകയും ഞാൻ അന്നേരം പർച്ചേസ് ചെയ്യുന്ന എന്റെ ഷെയർ വെച്ചിട്ട് അല്ലെങ്കിൽ എന്റെ സ്റ്റോക്ക് വെച്ചിട്ട് ഞാൻ രാവിലെ നടത്തിയ സെയിൽസ് കോമ്പൻസേറ്റ് ചെയ്യുകയും ചെയ്യും. കോമ്പൻസേറ്റ് എന്ന് വെച്ചാൽ അത് സെറ്റിൽ ചെയ്യുകയും ചെയ്യും. ഇതിനെയാണ് ഷോർട്ട് ഇൻട്രസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇത് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാമെന്ന് വെച്ചാൽ ഷോർട്ട് ഇൻട്രസ്റ്റ് കൂടുന്നുണ്ട് എങ്കിൽ അതിനർത്ഥം എന്താണ്, പൈസ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അർത്ഥം. സോ എന്താണ് നമ്മൾ കാര്യമില്ല, ഷോർട്ട് ഇൻട്രസ്റ്റ് കൂടുന്നുണ്ട് എങ്കിൽ എല്ലാം വിചാരിക്കുന്നത് എന്താണ്, വൈകുന്നേരം പ്രൈസ് കുറയാനുള്ള സാധ്യതയുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇത് സാധാരണ ഈ ഷെയർ മാർക്കറ്റിങ്ങിനെ കുറിച്ചാണ് അല്ലെങ്കിൽ ഈ സെക്യൂരിറ്റി മാർക്കറ്റ് പോർട്ട്ഫോളിയോ അനാലിസിസ് ഒക്കെ പഠിപ്പിക്കുന്ന സമയത്ത് സാധാരണ പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 2 കാര്യം ചെയ്യാൻ വേണ്ടി പറ്റും. അതിനെ ബേസ് ഈ 2 ബേസ് ചെയ്തിട്ടാണ് ഈ സാധനങ്ങളെല്ലാം പോകുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, നിങ്ങളുടെ കയ്യിൽ കാശുണ്ട്, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു. സോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് എങ്കിൽ അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ നിങ്ങൾ ഈ സാധനങ്ങളെല്ലാം പഠിക്കുക. ഫണ്ടമെന്റൽ അനാലിസിസ് പഠിക്കുക, ടെക്നിക്കൽ അനാലിസിസ് പഠിക്കുക. ഈ കാര്യങ്ങളെല്ലാം പഠിച്ച് നിങ്ങളുടെ ബുദ്ധി വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഏതാണ് ബെസ്റ്റ് സെക്യൂരിറ്റി എന്ന് ഐഡന്റിഫൈ ചെയ്യുക, അത് മേടിയ സമയം എപ്പോഴാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക, അത് എപ്പോഴാണ് വിൽക്കേണ്ടതെന്ന് ഐഡന്റിഫൈ ചെയ്യുക, നിങ്ങൾ അതിനനുസരിച്ച് ട്രേഡ് ചെയ്യുക. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് വളരെ ഈസിയാണ്, നിങ്ങൾ ഒട്ടും തലപോയിക്കേണ്ട. ഇതൊക്കെ ചെയ്യാൻ അറിയാവുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അവരെന്താണോ ചെയ്യുന്നത് അത് ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യുക. സോ അവനവന് നഷ്ടം വരാൻ എന്താണേലും ഒരാളും നോക്കില്ല. സോ ഞാൻ ആരെയാണോ ഫോളോ ചെയ്യുന്നത് അയാൾ ഇതെല്ലാം ചെയ്തോളും. മാർക്കറ്റ് എന്താണ്, നിലവിലുള്ള സിറ്റുവേഷൻ, അതിനെക്കുറിച്ചെല്ലാം പഠിച്ച് കൃത്യമായി ബെസ്റ്റ് സമയത്ത് ബെസ്റ്റ് സെക്യൂരിറ്റീസ് അയാൾ മേടിക്കുകയും വിൽക്കുകയും ചെയ്തോളും. സോ നമ്മൾ എന്ത് ചെയ്താൽ മതി, വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. അയാൾ ഏതൊക്കെ സെക്യൂരിറ്റി ഏതൊക്കെ സമയത്ത് മേടിക്കുന്നോ അതെല്ലാം നമ്മളും ചെയ്യുക, അയാൾ ഏതൊക്കെ സെക്യൂരിറ്റി ഏതൊക്കെ സമയത്ത് വിൽക്കുന്നോ അത് നമ്മൾ ചെയ്യുക. സോ ഇതാണ് എന്താ നമ്മൾ നോർമലി ചെയ്യുന്ന 2 കാര്യങ്ങൾ. സോ ഈ ഷോർട്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യത്തിനകത്ത് വരുന്ന ഒരു കാര്യമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്ന് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ തീരുമാനങ്ങൾ
എടുക്കുക. സോ ഷോർട്ട് സെല്ലിങ് അല്ലെങ്കിൽ ഷോർട്ട് ഇൻട്രസ്റ്റ് നടക്കുന്നു എന്ന് കണ്ടാൽ അത് നമ്മളല്ല ചെയ്യുന്നത്, ബാക്കിയുള്ളവരാ ചെയ്യുന്നത്. അത് കാണുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കണം എന്താണ്, രാവിലത്തെ പ്രൈസിനേക്കാൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും പ്രൈസ് കുറയാനുള്ള സാധ്യതയുണ്ട്. സോ ബി സേഫ്. സോ ഇതാണ് ഈ ഷോർട്ട് ഇൻട്രസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത് ഓർഡർലോട്ട് ഇൻഡെക്സ്. ഓർഡർലോട്ട് ഇൻഡെക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമലി എന്താണ് ട്രേഡ് ചെയ്യുന്ന ആ ഒരു ക്വാണ്ടിറ്റി സാധാരണ ലോട്ട്സ് ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സെക്യൂരിറ്റീസിന്റെ ബണ്ടിലായിട്ടാണ് സാധാരണ ട്രേഡ് നടത്തുന്നത്. സോ ഈ ട്രേഡിങ് ഈ 100 ലോട്ട് തികയ്ക്കാതെ ഈ 100-നേക്കാൾ താഴെയുള്ള ഗ്രൂപ്പ് ഓഫ് സെക്യൂരിറ്റീസിൽ ട്രേഡിങ് നടക്കുന്നുണ്ട്. അതിനെയാണ് ഓർഡർലോട്ട് ഇൻഡെക്സ് എന്ന് വിളിക്കുന്നത്. ചിലപ്പോൾ 50 സെക്യൂരിറ്റീസിന് ഒരു ട്രേഡിങ് നടക്കുന്നത്, അല്ലെങ്കിൽ 20 സെക്യൂരിറ്റീസിന്റെ ബണ്ടിലായിരിക്കും ട്രേഡ് നടക്കുന്നത്. ആണ് ഓർഡർലോട്ട് ഇൻഡെക്സ് അല്ലെങ്കിൽ ഓർഡർലോട്ട് ട്രേഡിംഗ് എന്ന് പറയുന്നത്. സോ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ്, ട്രേഡിംഗ് സ്മോളർ നമ്പർ ഓഫ് ഷെയർസ് ദാൻ ദ നോർമൽ ട്രേഡിംഗ് ലോട്ട് ഓഫ് 100 ഷെയർസ് ഇസ് നോൺ ആസ് ഓർഡർലോട്ട് ട്രേഡിംഗ്. ട്രെൻഡ്സ് ആർ കോൾഡ് traders are called ഓർഡർ ലോട്ടേഴ്സ്. ഇങ്ങനെ ഓർഡർലോട്ട് ട്രേഡിംഗ് നടത്തുന്നവരെയാണ് ഓർഡർ ലോട്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓർഡർലോട്ട് ഇൻഡെക്സ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ ട്രേഡിംഗ് ഓർഡർലോട്ട് പർച്ചേസ് ബൈ ഓർഡർലോട്ട് സെയിൽസ്. ഇവിടെ ചെയ്യുന്നത് ഓർഡർലോട്ട് എത്ര പർച്ചേസ് നടക്കുന്നു അത് ഡിവൈഡഡ് ബൈ ഓർഡർലോട്ട് സെയിൽസ് നോക്കുന്നു. ഓർഡർലോട്ട് ഇൻഡെക്സ് റൈസ് നോട്ട് ബിഫോർ എ ഡിക്ലൈൻ ഇൻ ദ മാർക്കറ്റ് ആൻഡ് വൈസ് വേഴ്സ. ഇവിടെ പറഞ്ഞേക്കുന്നത് ഈ ഓർഡർലോട്ട് ഇൻഡെക്സ് നോട്ടീസ് ചെയ്യത്തക്ക രീതിയിൽ ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു റൈസ് വന്നാൽ അതിനർത്ഥം പ്രൈസ് ഡിക്ലൈൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഈ ഇൻഡെക്സ് താഴേക്കുമാണ് പോകുന്നതെങ്കിൽ പ്രൈസ് ഹൈക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അതാണ് ഓർഡർലോട്ട് ഇൻഡെക്സിന്റെ അകത്ത് പറയുന്നത്, അല്ലെങ്കിൽ ആ ഓർഡർലോട്ട് ഇൻഡെക്സിനെ ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് കാണാനുള്ള കാരണം ഇതാണ്. നെക്സ്റ്റ് പറഞ്ഞത് മ്യൂച്വൽ ഫണ്ട് ക്യാഷ് റേഷ്യോ. മ്യൂച്വൽ ഫണ്ട് ക്യാഷ് റേഷ്യോ എന്ന് പറയുന്നതും നമ്മളിപ്പോൾ പറഞ്ഞ ഷോർട്ട് ഇൻട്രസ്റ്റ് ചെയ്യുന്ന അതേ പ്രിൻസിപ്പിൾ ആണ്. വിവരമുള്ളവൻ എന്ത് ചെയ്യുന്നു അത് നമ്മൾ ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ തീരുമാനമാണ് മ്യൂച്വൽ ഫണ്ട് ക്യാഷ് റേഷ്യോയ്ക്കകത്ത് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ അകത്തും നമ്മൾ ഫോളോ അപ്പൊ ഇതിൻ്റെ അകത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മ്യൂച്വൽ ഫണ്ട്സ് എന്താണെന്ന് നമ്മൾക്കറിയാം. മ്യൂച്വൽ വർക്ക് ചെയ്യുന്നു, അതിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം എന്താണ്, അവർ പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് ക്യാഷ് റൈസ് ചെയ്യുന്നു, അതിനുശേഷം എന്ത് ചെയ്യുന്നു, അവരത് കോമൺ പൂൾ ഓഫ് മണി ഉണ്ടാക്കുന്നു, അതിനുശേഷം അവരത് എന്താണ് അവിടെ നല്ല വിവരമുള്ള അല്ലെങ്കിൽ ഈ സാധനങ്ങളെ കുറിച്ചൊക്കെ നല്ല കൃത്യമായ ബോധ്യമുള്ള, എപ്പോഴാണ് ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ ധാരണയുള്ള പോർട്ട്ഫോളിയോ മാനേജേഴ്സ് ഉണ്ടാവും. സോ അവര് എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ട് ഇതിനെ ഇൻവെസ്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം ചെയ്യുകയും ചെയ്യും. സോ ഇവിടെ വരുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ടിന്റെ ക്യാഷ് റേഷ്യോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ എത്ര ക്യാഷ് ആണ് ലിക്വിഡ് ക്യാഷ് ആയിട്ടുള്ളതെന്നാണ് നമ്മൾ നോക്കുന്നത്. സോ ഇപ്പൊ എക്സാമ്പിൾ, ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനി 10 ലക്ഷം രൂപയാണ് കോമൺ പബ്ലിക്കിന്റെ എന്ന് റേസ് ചെയ്തതെന്ന് വിചാരിക്കുക. സോ ഈ 10 ലക്ഷം രൂപയിൽ അവർ എത്ര ലക്ഷം രൂപ അറ്റ് പ്രസന്റ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നോക്കുക. കാരണം എന്താന്ന് വെച്ചാൽ ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനി എപ്പോഴും അവരുടെ ക്യാഷ് റിസർവ്സ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട്. കാരണം എന്തിനാന്ന് വെച്ചാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നല്ലൊരു സിറ്റുവേഷൻ ഉണ്ടായാൽ അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ എന്താണ്, ചില റീസൺസ് കൊണ്ട് ചിലപ്പോൾ ഭയങ്കര ഹൈ കിട്ടാനുള്ള സാധ്യതയുണ്ട്. സോ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അവർ മാക്സിമം പെട്ടെന്ന് മേടിക്കാൻ വേണ്ടിയിട്ട് അവർ ലിക്വിഡിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, അവരുടെ ക്യാഷ് റേഷ്യോ കൂടുതലാക്കി വെക്കും. സോ ഇതാണ് നമ്മൾ നോക്കുന്നത്. സോ ഇവർ 10 ലക്ഷം രൂപ റേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ എത്ര ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നോക്കുന്നു. സോ അവർ 8 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, 2 ലക്ഷം രൂപ മാത്രമേ അവരുടെ കയ്യിലുള്ളൂ എങ്കിൽ എന്താണ്, അവരുടെ കയ്യിൽ കുറച്ച് കാശേ ഉള്ളൂ ലിക്വിഡ് ആയിട്ട്, എന്ന് വെച്ചാൽ ഫർദർ ട്രേഡിങ്ങിന് വേണ്ടിയിട്ട്, എന്ന് വെച്ചാൽ പുതിയ ഇക്വിറ്റീസ് അല്ലെങ്കിൽ പുതിയ സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി അവർ 2 കയ്യിൽ വെച്ചിട്ടുള്ളൂ, ബാക്കി 8 ലക്ഷം രൂപയും ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തു. മറ്റൊരു സാഹചര്യത്തിൽ അവര് 2 ലക്ഷം രൂപയുടെ സെക്യൂരിറ്റീസ് ഇപ്പൊ അവരുടെ നിലവിൽ കയ്യിലുള്ളൂ, 8 ലക്ഷം രൂപയും 2 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ, 8 ലക്ഷം രൂപയും അവർ കയ്യിൽ പിടിച്ചേക്കുവാണ് എങ്കിൽ അതിനർത്ഥം അവര് ഒരു
എന്താ ഒരു ഫീസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവർ എക്സ്പെക്ട് ചെയ്യുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഈ 2 ലക്ഷം രൂപ 8 ലക്ഷം രൂപ എന്ന് പറയുന്നത് ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. സോ അവരുടെ കയ്യിലുള്ള ക്യാഷ് റേഷ്യോ വലുതാകുന്നു എന്നതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇൻവെസ്റ്റ്മെന്റിൽ നിന്നും മാറ്റി ലിക്വിഡ് ക്യാഷ് ആയിട്ട് എന്ന് വെച്ചാൽ ഫർദർ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ ഏത് സമയവും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവരുടെ കയ്യിൽ ലിക്വിഡ് ക്യാഷ് അവരുടെ കയ്യിൽ കൂടി ഇരിപ്പുണ്ട് എങ്കിൽ അതിനർത്ഥം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സൈൻ അവര് മാർക്കറ്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ്. അതുകൊണ്ട് ആ ഒരു പോയിന്റ് എപ്പോഴാണോ വരുന്നത് അപ്പോൾ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ക്യാഷ് റെഡിയാക്കി വെച്ചേക്കുന്നതാണ്. 10 ലക്ഷം രൂപയിൽ 8 ലക്ഷം രൂപയും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് എങ്കിൽ അതിനർത്ഥം എന്താണ്, അവരിപ്പോ അടുത്തെങ്ങും ഒരു മൂവ്മെന്റ് പ്രതീക്ഷിക്കുന്നില്ല അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മൂവ്മെന്റ് പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, കിട്ടിയ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയിൽ അവർ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. അവര് ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഇപ്പൊ അടുത്തെങ്ങും പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ടാണ് അവരുടെ കയ്യിലുള്ള ക്യാഷ് റിസർവ്സ് അവർ കുറച്ച് വെച്ചിരിക്കുന്നത്. ഇതാണ് ഈ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ അവരുടെ കയ്യിൽ ഒരുപാട് ക്യാഷ് ഉണ്ടെങ്കിൽ അതിനകത്ത് എന്താണ്, ഒരു ബുള്ളിഷ് ട്രെൻഡ് വരാനുള്ള സാധ്യത ഉണ്ട്. സോ ബുള്ളിഷ് ട്രെൻഡ് തുടങ്ങുന്ന സമയത്ത് അവർ പെട്ടെന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ക്യാഷ് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. സോ അവർ ഓൾറെഡി എല്ലാം ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചേക്കുവാണെങ്കിൽ അതിനർത്ഥം എന്താണ്, ഒരു ബെയറിഷ് ട്രെൻഡ് വരാനാണ് സാധ്യത അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. അവർക്ക് ഒരുപാട് ക്യാഷ് അവർ കൈ വെച്ചിട്ടില്ല. കാരണം എന്താണ്, ബെയറിഷ് ട്രെൻഡിൽ അവർ രണ്ടാമത് മേടിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഉള്ള അവൈലബിൾ ആയിട്ടുള്ള ബെസ്റ്റ് അവർ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഈ ഒരു അസംഷൻ ആണ് മ്യൂച്വൽ ഫണ്ട് ക്യാഷ് റേഷ്യോയ്ക്കകത്ത് പറയുന്നത്. ലോ ക്യാഷ് റേഷ്യോസ് ആർ ഇക്വേറ്റഡ് വിത്ത് മാർക്കറ്റ് ഹൈസ് ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് ദ മാർക്കറ്റ് ഈസ് അബൌട്ട് ടു ഡിക്ലൈൻ. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. എന്താണ്, ലോ ക്യാഷ് റേഷ്യോ ആണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നതെങ്കിൽ എന്താണ്, മാർക്കറ്റ് ഡിക്ലൈൻ ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഹൈ ക്യാഷ് റേഷ്യോ ആണ് എങ്കിൽ മാർക്കറ്റ് റേസ് ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം മാർക്കറ്റ് റേസ് ചെയ്യുമ്പോൾ അവർ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ലിക്വിഡ് ക്യാഷ് ആക്കി വച്ചിരിക്കുന്നത്. സോ ഇതാണ് മ്യൂച്വൽ ഫണ്ട് ക്യാഷ് റേഷ്യോ എന്ന് പറയുന്നത്. സോ അനാലിസിസും കാര്യങ്ങളെല്ലാം മ്യൂച്വൽ ഫണ്ടിലെ മാനേജേഴ്സ് ചെയ്തോളും. അവരെന്താണോ ചെയ്യുന്നത് അത് നോക്കി നമ്മൾ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് മാർക്കറ്റ് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് വരുന്നത്. മെയിൻ ആയിട്ടും ബർത്ത് മാർക്കറ്റ്, ഷോർട്ട് ഇൻട്രസ്റ്റ്, ഓർഡർ ഇൻഡെക്സ്, അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് ക്യാഷ് റേഷ്യോസ്. പിന്നെ വരുന്നതാണ് ഫണ്ടമെന്റൽ അനാലിസിസും ടെക്നിക്കൽ അനാലിസിസും തമ്മിലുള്ള ഡിഫറൻസ്. ഇത് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. സോ എനിക്ക് ഇതിൻ്റെ അകത്ത് പറയാനുള്ളത് ഫണ്ടമെന്റൽ അനാലിസിസും ടെക്നിക്കൽ അനാലിസിസും തമ്മിലുള്ള ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഇത് എന്തിന് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ഇത് എന്തിന് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, ഫണ്ടമെന്റൽ അനാലിസിസ് ഏത് ഷെയർ മേടിക്കണം അല്ലെങ്കിൽ ഏത് സെക്യൂരിറ്റി മേടിക്കണം എന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് നമ്മൾ ഫണ്ടമെന്റൽ അനാലിസിസ് നടത്തുന്നത്. അത് എപ്പോൾ മേടിക്കണം എന്നാണ് നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് നടത്തുന്നത്. ശരിക്കും ഇതാണ് അതിന്റെ ഫണ്ടമെന്റൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. വിച്ച് വൺ ഐ ഷുഡ് ബൈ, അതാണ് ഫണ്ടമെന്റൽ അനാലിസിസിനകത്ത്. ഏത് എക്കണോമിയിലുള്ള, ഏത് ഇൻഡസ്ട്രിയിലുള്ള, ഏത് കമ്പനിയുടെ ഏത് സെക്യൂരിറ്റി മേടിക്കണം, അത് ഞാൻ ഫണ്ടമെന്റൽ അനാലിസിസിലൂടെ ഐഡന്റിഫൈ ചെയ്യുകയും അത് എപ്പോൾ മേടിക്കുകയും എപ്പോൾ വിൽക്കുകയും ചെയ്യണം എന്ന് തീരുമാനിക്കുന്നതാണ് അനാലിസിസിലൂടെ ഞാൻ ചെയ്യുന്നത്. സോ ഒരു നല്ല ഇൻവെസ്റ്റർ ആണ് എങ്കിൽ അല്ലെങ്കിൽ ആകണമെങ്കിൽ നമ്മൾ ഫണ്ടമെന്റൽ അനാലിസിസും ടെക്നിക്കൽ അനാലിസിസ് ചെയ്യണമെന്നില്ലെങ്കിലും അത്യാവശ്യമെങ്കിലും ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ കൈ കൊള്ളാതെ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ. സോ ഇതാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ്. ഒന്ന് ഏത് തിരഞ്ഞെടുക്കണം, അത് എപ്പോൾ ചെയ്യണം. ഒന്ന് ഏതെന്നുള്ളതും മറ്റേത് എപ്പോൾ എന്നുള്ളതിന്റെയും ആൻസർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫണ്ടമെന്റലും ടെക്നിക്കൽ അനാലിസിസും. നെക്സ്റ്റ് വൺ വരുന്നത് റാൻഡം വാക്ക് തിയറി. റാൻഡം വാക്ക് തിയറി എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ടെക്നിക്കൽ അനാലിസിസ് ഉണ്ടല്ലോ, ഇതിനെല്ലാം ചോദ്യം ചെയ്തുകൊണ്ടുള്ള സാധനമാണ് റാൻഡം വാക്ക് തിയറിക്കകത്ത് പറയുന്നത്. റാൻഡം വാക്ക് തിയറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ആ പേരിൻ്റെ അകത്ത് തന്നെയുണ്ട്. ഷെയർ മൂവ്മെന്റ്സ് ഒരിക്കലും പാറ്റേൺസ് ഫോളോ ചെയ്യില്ല, അത് എപ്പോഴും റാൻഡം ആയിട്ടേ വർക്ക് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ പ്രൈസ് മൂവ്മെന്റ്സ് എപ്പോഴും റാൻഡം ബിഹേവിയർ ആയിരിക്കും കാണിക്കുക എന്ന് വാദിക്കുന്ന ഒരു തിയറിയാണ് റാൻഡം വാക്ക് തിയറി എന്ന് പറയുന്നത്. സോ ഇവിടെ പറഞ്ഞേക്കുവാണ്, സ്റ്റോക്ക് പ്രൈസ് ഡിറ്റർമൈൻഡ് ബൈ എ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് സച്ച് ആസ് ഫണ്ടമെന്റൽ ഫാക്ടേഴ്സ്, ടെക്നിക്കൽ ഫാക്ടേഴ്സ് ആൻഡ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്. സോ ഈ 3 ഫാക്ടേഴ്സ് ആണ് നമ്മൾക്ക് നമ്മുടെ സ്റ്റോക്ക് പ്രൈസിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഷെയർ പ്രൈസ് മൂവ്മെന്റ്സ് ആർ റാൻഡം.
സോ ഇവിടെ നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് പറഞ്ഞപ്പോൾ നമ്മൾ അസംഷൻ്റെ അകത്ത് തന്നെ പറഞ്ഞായിരുന്നു പ്രൈസ് മൂവ്മെന്റ്സ് ആർ എന്താണ് സൈക്ലിക്കൽ അല്ലെങ്കിൽ പാറ്റേൺസ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കും, ഹിസ്റ്റോറിക്കൽ മൂവ്മെന്റ്സ് അതേപോലെ റിപ്പീറ്റ് ചെയ്യുന്നതാണ് പറഞ്ഞത്. പക്ഷെ അതിനെ നേരെ ഒപ്പോസ് ചെയ്യുന്ന ഒരു സാധനമാണ് റാൻഡം വാക്ക് തിയറി. അവർ പറയുന്നത് ഷെയർ പ്രൈസ് മൂവ്മെന്റ്സ് ആർ റാൻഡം, ഒരിക്കലും അത് എന്ത് ചെയ്യില്ല, റിപ്പീറ്റ് ചെയ്ത് വരില്ല, അത് റാൻഡം ആയിട്ട് മാത്രമേ മുമ്പിലേക്ക് പോകത്തുള്ളൂ. നെക്സ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ക്വസ്റ്റ്യൻസ് ആർ ടെക്നിക്കൽ അനാലിസിസ്. ടെക്നിക്കൽ അനാലിസിസിന്റെ അസംഷൻസിനെ ഇത് ക്വസ്റ്റ്യൻ ചെയ്യുന്നു അല്ലെങ്കിൽ അതിനെ ഖണ്ഡിക്കുന്നു. നെക്സ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത് a change occurs in the price of a stock only because of certain changes in the economy, industry or company. ഇവിടെ പറഞ്ഞേക്കുന്നത് പ്രൈസ് മൂവ്മെന്റ് എപ്പോഴാണ് ചേഞ്ച് ചെയ്യുന്നത്, അത് എന്താണ് certain changes in economy, industry, company. എക്കണോമിയിലോ ഇൻഡസ്ട്രിയിലോ കമ്പനിയിലോ ഒരു ചേഞ്ച് ഉണ്ടാവുമ്പോൾ മാത്രമേ ഒരു പ്രൈസ് ചേഞ്ച് ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ ഒരു പാറ്റേൺ മാറി കഴിഞ്ഞ കൊല്ലം ഈ ദിവസം ഇതായിരുന്നു വാല്യൂ, അതുകൊണ്ട് ഈ കൊല്ലം ഈ ദിവസം ഇന്നതായിരിക്കണം വാല്യൂ എന്ന് പറഞ്ഞ് ഒരിക്കലും ഒരു പ്രൈസ് മൂവ് ചെയ്യില്ല. അത് അന്നന്ന് ഉള്ള അല്ലെങ്കിൽ അതാത് സിറ്റുവേഷനിൽ എന്താണോ എക്കണോമിയുടെയും ഇൻഡസ്ട്രിയുടെയും കമ്പനിയുടെയും അവസ്ഥ, അതിനനുസരിച്ചായിരിക്കും പ്രൈസ് മൂവ്മെന്റ്സ് ഉണ്ടാവുക. അല്ല എങ്കിൽ ഒരിക്കലും പ്രൈസ് മൂവ്മെന്റ്സ് ഉണ്ടാവില്ല. ഈ സാധനം നിങ്ങൾ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? നമ്മൾ സപ്പോർട്ട് ലെവലും റെസിസ്റ്റൻസ് ലെവലും പറഞ്ഞ ഓർമ്മയുണ്ടോ? ആ സമയത്ത് നമ്മൾ പറഞ്ഞായിരുന്നു ഡിമാൻഡിലോ സപ്ലൈയിലോ ഒരു ഷിഫ്റ്റ് ഉണ്ടാവുന്ന സമയത്ത് പ്രൈസ് മൂവ്മെന്റ്സ് ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്യുകയുള്ളൂ, അല്ലെങ്കിൽ സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്യുകയുള്ളൂ. അല്ല എങ്കിൽ വലിയ ചേഞ്ച് ഒന്നും ഇല്ലാതെ ചെറിയ ഫ്ലക്ച്വേഷൻസ് മാത്രം കാണിച്ച് മുമ്പോട്ട് പോവുകയുള്ളൂ. ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു, ഒരാൾ ഡൗട്ട് ചോദിച്ചായിരുന്നു, അപ്പൊ ഞാൻ രണ്ടാമതും പറഞ്ഞതാണ്. സോ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യമാണ് ഇവിടെയും ഈ റാൻഡം വാക്ക് തിയറിക്കകത്തും പറഞ്ഞിരിക്കുന്നത്. സോ നെക്സ്റ്റ് വൺ പറഞ്ഞേക്കുന്നത് എന്താണ്? ഇൻഫർമേഷൻ ഇൻഫ്ലുവൻസ് ദ പ്രൈസ് ഇമ്മീഡിയറ്റ്ലി ആൻഡ് സ്റ്റോക്ക് മൂവ്സ് ടു എ ന്യൂ ഇക്വിലിബ്രിയം. ഈ വേർഡ് ഞാൻ അതിന്റെ കൂടുതൽ പറഞ്ഞതാണ്, പുതിയൊരു ഇക്വിലിബ്രിയത്തിലേക്ക് പോകുന്നു. സോ ഇക്വിലിബ്രിയം ലെവൽ എയ്തർ ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ. ഒരു ഇൻഫർമേഷൻ എന്ത് ചെയ്യുന്നു, ഈ പ്രൈസിനെ അഫക്റ്റ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, അഫക്ട് ചെയ്യുന്നതിനേക്കാളും ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. സോ അതെന്ത് ചെയ്യുന്നു, ആ പ്രൈസിന്റെ ആ ഇൻഫർമേഷന്റെ സ്വഭാവത്തിനനുസരിച്ചായിരിക്കും അത് അപ്വേർഡിലേക്കാണോ മൂവ് ചെയ്യുന്നത്, ഡൗൺവേർഡിലേക്കാണോ മൂവ് ചെയ്യുന്നത്. ഒരു നല്ല ഇൻഫർമേഷൻ ആണ് എങ്കിൽ പ്രൈസ് ഹൈക്ക് ഉണ്ടാകുന്നു, മോശം ഇൻഫർമേഷൻ ആണ് എങ്കിൽ പോൾ ഉണ്ടാവുന്നു. സോ ഇതാണ് റാൻഡം വാക്ക് തിയറിക്കകത്ത് പറയുന്നത്. സോ ഇൻഫർമേഷൻ ആണ് എന്ത് ചെയ്യുന്നത്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഈ റാൻഡം വാക്ക് തിയറിക്കകത്ത് പറയുന്ന ഒരു കാര്യമാണ് എഫിഷ്യന്റ് മാർക്കറ്റ് ഹൈപ്പോത്തസിസ്. സോ എഫിഷ്യന്റ് മാർക്കറ്റ് ഹൈപ്പോത്തസിസ് EMH. സോ ഇതിൻ്റെ അകത്ത് പറയുന്നത് ക്യാപിറ്റൽ മാർക്കറ്റ് ഈസ് എഫിഷ്യന്റ് ഇൻ പ്രോസസിങ് ഇൻഫർമേഷൻ. സോ ഇൻഫർമേഷൻസിനെ പ്രോസസ്സ് ചെയ്യാൻ ക്യാപിറ്റൽ മാർക്കറ്റിന് എഫിഷ്യൻസി ഉണ്ട്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇൻഫർമേഷൻസിനോട് ക്യാപിറ്റൽ മാർക്കറ്റ് പ്രതികരിക്കും. നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു, മോദി ജയിച്ച സമയത്ത്. സോ ഇലക്ഷൻ റിസൾട്ട് വരുന്നു, ക്യാപിറ്റൽ മാർക്കറ്റ് അതിനനുസരിച്ച് പ്രതികരിക്കുന്നു. സച്ചിൻ സെഞ്ചുറി അടിക്കുന്നു, ആ ഇൻഫർമേഷൻ എപ്പോഴാണോ വരുന്നത് അതിനോട് ക്യാപിറ്റൽ മാർക്കറ്റ് പ്രതികരിക്കുന്നു. ഇപ്പം എന്താണ്, ഒരു കമ്പനി ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നു, സോ ആ ഇൻഫർമേഷനോട് മാർക്കറ്റ് പ്രതികരിക്കും. ഒരു ഇൻഫർമേഷനോട് എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ക്യാപിറ്റൽ മാർക്കറ്റ് പ്രതികരിച്ചുകൊണ്ടിരിക്കും. ആ ഇൻഫർമേഷൻ നല്ലതാണ് എങ്കിൽ പോസിറ്റീവായിട്ട് പ്രതികരിക്കും, എന്ന് വെച്ചാൽ പ്രൈസ് ഹൈക്ക് ഉണ്ടാകുന്നു. ആ ഇൻഫർമേഷൻ മോശമാണ് എങ്കിൽ നെഗറ്റീവായിട്ട് പ്രതികരിക്കും, എന്ന് വെച്ചാൽ പ്രൈസ് ഫോള് ഉണ്ടാവും. എഫിഷ്യൻസി ഓഫ് എ മാർക്കറ്റ് മീൻസ് ഹൗ ഫാസ്റ്റ് എ മാർക്കറ്റ് റെസ്പോൺസ് ടു ആൻ ഇൻഫർമേഷൻ. പിന്നെ ഇവിടെ പറഞ്ഞേക്കുന്നത് ഈ ഒരു മാർക്കറ്റിന്റെ എഫിഷ്യൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളതാണ്. സോ ഒരു മാർക്കറ്റിന്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, ഒരു ഇൻഫർമേഷനോട് എത്ര പെട്ടെന്ന് ഒരു മാർക്കറ്റ് പ്രതികരിക്കുന്നു, അല്ലെങ്കിൽ അതിനോട് എത്ര പെട്ടെന്ന് അത് റിയാക്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഏതൊക്കെ ഇൻഫർമേഷൻസ് ആണ് ആ ഒരു മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇതിനെയാണ് എഫിഷ്യൻസി ഓഫ് എ മാർക്കറ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്. അത് ടൈപ്പ് ഓഫ് എഫിഷ്യൻസി നമ്മൾക്ക് പറയാം ഏതൊക്കെ ഇൻഫർമേഷൻ ആണെന്നുള്ളത്. സോ പിന്നെ പറഞ്ഞപ്പോൾ എന്താണ്, ഇൻ എഫിഷ്യന്റ് മാർക്കറ്റ് സെക്യൂരിറ്റി പ്രൈസ് ഈക്വൽ ടു ദെയർ ഇൻട്രൻസിക് വാല്യൂ അറ്റ് ഓൾ ടൈം. പിന്നെ ഇവിടെ പറഞ്ഞേക്കുവാണ് ഒരു എഫിഷ്യന്റ് മാർക്കറ്റില്
എന്താണ് സെക്യൂരിറ്റി പ്രൈസ് എന്ന് പറയുന്നത് എപ്പോഴും അതിന്റെ ഇൻട്രൻസിക് വാല്യൂവിന് ഈക്വൽ ആയിരിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. കാരണം എല്ലാ ഇൻഫർമേഷനോടും ഓൾറെഡി അത് പ്രതികരിച്ച് അതിന്റെ റിസൾട്ട് ആയിരിക്കും നമ്മൾ വാല്യൂ എന്ന് പറയുന്നത്. സോ അതിനകത്ത് ഇനി ഫർദർ ചേഞ്ച് വരാനൊന്നും ഇല്ല. എന്ന് വെച്ചാൽ ഇനി പുതിയ ഇൻഫർമേഷൻ അതിനകത്ത് ചേഞ്ച് ഉണ്ടാവുള്ളൂ. പിന്നീട് പറഞ്ഞേക്കുന്നത് എന്താണ്, ഇറ്റ് കൺസേൺഡ് വിത്ത് ദ സ്പീഡ് വിത്ത് വിച്ച് ഇൻഫർമേഷൻ ഈസ് ഇൻകോർപ്പറേറ്റഡ് ഇൻ ടു സെക്യൂരിറ്റി പ്രൈസ്. ഇത് തന്നെയാണ് നമ്മൾ സെക്കൻഡ് പോയിന്റിനകത്തും പറഞ്ഞത്. എത്ര പെട്ടെന്ന് ആ ഇൻഫർമേഷനോട് പ്രതികരിക്കുന്നു അല്ലെങ്കിൽ അതിനോട് എത്ര പെട്ടെന്ന് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നു, അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇത് ഉണ്ടാവുക. പിന്നീട് പറഞ്ഞിരിക്കുന്ന ഫണ്ടമെന്റലിസ്റ്റ് ബിലീവ് ഇറ്റ് മേ ടേക്ക് സെവറൽ ഡേയ്സ് ഓർ വീക്സ് ബിഫോർ ഇൻവെസ്റ്റേഴ്സ് ക്യാൻ ഫുള്ളി അസസ് the impact of new information. This provides an opportunity to earn ഇവിടെ പറഞ്ഞിരിക്കുന്ന ഫണ്ടമെന്റലിസ്റ്റ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ അനാലിസിസ് പറയുന്നത് നമ്മൾക്കിത് നേരത്തെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എന്താണ്, നമ്മൾക്കൊരു എക്സസ് റിട്ടേൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഫണ്ടമെന്റൽ അനാലിസിസ് നടത്തിയാൽ നമ്മൾക്കത് ഒരു എക്സസ് റിട്ടേൺ ഉണ്ടാക്കി എടുക്കും എന്നാണ് അവര് വിശ്വസിക്കുന്നത്. സോ ഇതിൻ്റെ അകത്ത് വരുന്ന മെയിൻ ആയിട്ട് വരുന്ന സാധനങ്ങളാണ് ഫോംസ് ഓഫ് മാർക്കറ്റ് എഫിഷ്യൻസി. മെയിൻ ആയിട്ട് 3 കാര്യങ്ങളാണ് വരുന്നത്: വീക്ക് ഫോം, സെമി സ്ട്രോങ് ഫോം ആൻഡ് സ്ട്രോങ് ഫോം. സോ ഇതും കൂടെ നമുക്ക് പറഞ്ഞു നിർത്താം. എന്റെ ടൈപ്സിലേക്ക് നമുക്ക് പോകേണ്ട, ഓൾറെഡി 9 മണിയായി. സോ ഇതിനകത്ത് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീക്ക് ഫോം. വീക്ക് ഫോം എന്ന് പറഞ്ഞാൽ ദ പ്രൈസ് റിഫ്ലക്ട് ദ ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ പാസ്റ്റ് സീക്വൻസ് ഓഫ് സെക്യൂരിറ്റി പ്രൈസ് മൂവ്മെന്റ്സ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുൻപ് ഉണ്ടായിരുന്ന സെക്യൂരിറ്റി പ്രൈസിന്റെ ഇൻഫർമേഷൻ, പ്രൈസ് മൂവ്മെന്റ്സിന്റെ ഇൻഫർമേഷൻസ് മാത്രം പ്രൈസിനെ അഫക്ട് ചെയ്തിട്ടുണ്ടാവുക. എന്ന് വെച്ചാൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഇൻഫർമേഷൻ, ഇപ്പൊ നമ്മൾ സാധാരണ വാർത്തയൊക്കെ കാണുന്ന സമയത്ത് ബ്രേക്കിംഗ് ന്യൂസ് എന്നും പറഞ്ഞു വരുമല്ലേ. അതെന്ന് ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറയുന്നത് എന്താണ്, ആ ടൈമിൽ നടന്ന വാർത്തകളാണ് നമ്മൾ സാധാരണ ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറയുന്നത്. നമ്മൾ പണ്ട് ഒരു ദിവസം രാത്രി 8 മണിക്ക് ഇരുന്ന സമയത്ത് കണ്ടായിരുന്നു എന്താണ്, ബ്രേക്കിംഗ് ന്യൂസുകളെല്ലാം നിരോധിച്ചു. സോ ആ വാർത്ത എന്ന് പറയുന്നത് എന്താണ്, അതിന് നമുക്കൊരു 7:45 നമുക്ക് ആ വാർത്ത കിട്ടിയായിരുന്നോ? ഇല്ല, അതാ കൃത്യസമയത്താണ് നമുക്കത് വരുന്നത്. സോ അങ്ങനെ അറ്റ് എ ടൈമിലുള്ള ഈ വീക്ക് ഫോം ഓഫ് മാർക്കറ്റ് എഫിഷ്യൻസിയിൽ അല്ലെങ്കിൽ ആ വീക്ക് ഫോം ആയിട്ടുള്ള മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് മാത്രമേ അതിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടാവുകയുള്ളൂ. അതിനെയാണ് വീക്ക് ഫോം എന്ന് വിളിക്കുന്നത്. എന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ ആ ഇൻഫർമേഷൻ ആ മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്ത് വരാൻ സമയമെടുക്കും. എന്ന് വെച്ചാൽ ആ ഇൻഫർമേഷനോട് മാർക്കറ്റ് പ്രതികരിക്കണമെങ്കിൽ സമയമെടുക്കും. സോ ആ സമയത്തിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രേഡിംഗ് നടത്താൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതൊരു വിശ്വാസമാണ്. സെക്കൻഡ് പറയുന്നത് സെമി സ്ട്രോങ് ഫോം. സെമി സ്ട്രോങ് ഫോം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ പ്രൈസ് റിഫ്ലക്ട് ദ പബ്ലിക്കലി അവൈലബിൾ ഇൻഫർമേഷൻ. സെമി സ്ട്രോങ് എന്ന് പറയുന്നത് ഒരു മാർക്കറ്റ് പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനോടും പ്രതികരിക്കുന്നു. എന്ന് വെച്ചാൽ നേരത്തെ വീക്ക് ഫോമിൽ പറഞ്ഞ പാസ്റ്റ് പ്രൈസ് മൂവ്മെന്റ്സിന്റെ അതുപോലെ തന്നെ ബാക്കി വരുന്ന പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ള, ഇപ്പൊ ന്യൂസിൽ കാണുന്ന പബ്ലിക് ന്യൂസുകളായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ, അതിനോടെല്ലാം പ്രതികരിക്കും. അതും വളരെ പെട്ടെന്ന് തന്നെ പ്രതികരിക്കും. സോ ഇതാണ് സെമി സ്ട്രോങ് ഫോം എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾക്ക് നമ്മുടെ ഒരു കോമൺ ലൈഫിൽ നമ്മൾക്ക് അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ സെൻസിൽ കാണാൻ പറ്റുന്ന മോസ്റ്റ് ഓഫ് ദ മാർക്കറ്റ്സ് എന്ന് പറയുന്നത് ഈ സെമി സ്ട്രോങ് ഫോം ആണ്. പിന്നെ വരുന്നതാണ് പറയുന്നത് സ്ട്രോങ് ഫോം എന്ന് പറഞ്ഞാൽ ദ പ്രൈസ് റിഫ്ലക്ട് ഓൾ ഇൻഫർമേഷൻ ബോത്ത് പബ്ലിക് ആൻഡ് പ്രൈവറ്റ്. എന്ന് വെച്ചാൽ ഇൻസൈഡർ ഇൻഫർമേഷൻസ് വരെ ഇത് ഓൾറെഡി പ്രതികരിച്ചിട്ടുണ്ടാവും. ഇൻസൈഡർ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് പബ്ലിക്കിന് അവൈലബിൾ അല്ലാത്ത, ഇൻസൈഡർ ട്രേഡിംഗ് നടക്കുന്ന, ശരിക്കും പറഞ്ഞാൽ ഇൻസൈഡർ ട്രേഡിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ്. ഇൻസൈഡർ ട്രേഡിംഗ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ ഇല്ലീഗലാണ്. സോ ഇൻസൈഡർ ഇൻഫർമേഷൻസ് വരെ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈ മാർക്കറ്റ് പ്രതികരിച്ചിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ ഇൻസൈഡർ ആയിട്ടുള്ള, എന്ന് വെച്ചാൽ പബ്ലിക്കിന് അവൈലബിൾ അല്ലാത്ത, ആ കമ്പനിക്കുള്ളിൽ ഉള്ള രഹസ്യങ്ങൾ വരെ ആ ഇൻഫർമേഷനോട് വരെ പ്രതികരിച്ചിട്ടുണ്ടാവും. അതിനെ അത്രയും എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിനെയാണ് നമ്മൾ സ്ട്രോങ് ഫോം എന്ന് വിളിക്കുന്നത്. സോ അതെന്ന് പറയുന്നത് ഇത്തിരി അതിശയോക്തിയാണ്. കാരണം ഇൻസൈഡർ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അധികരിക്കുക എന്ന് പറയുന്നത് അതിശയോക്തിയാണ്. കാരണം പ്രത്യേകിച്ച് ഇന്ത്യയിൽ, പുറത്തുള്ളത് ഒരു പരിധി വരെ നടക്കാം, ഇന്ത്യയിൽ അതൊരിക്കലും നടക്കില്ല. കാരണം ഇന്ത്യയിൽ ഇൻസൈഡർ ട്രേഡിങ് ഇല്ലീഗലാണ്. പക്ഷേ അമേരിക്ക പോലെയുള്ള ഒരുപാട് രാജ്യങ്ങളിൽ ഇൻസൈഡർ ട്രേഡിങ് ലീഗലാണ്. എന്ന് വെച്ചാൽ ഇപ്പം അറ്റ് പ്രസന്റ് അമേരിക്കയിൽ അത് ലീഗലാണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. ഒരു 2012 കാലഘട്ടങ്ങളിലും 13 കാലഘട്ടങ്ങളിലൊക്കെ അത് ലീഗലായിരുന്നു. സോ ഇതാണ് സ്ട്രോങ് ഫോം എന്ന് പറയുന്നത്. എന്ന്
വെച്ചാൽ ഭൂലോകത്തുള്ള എന്ത് ഇൻഫർമേഷൻ ആയിക്കോട്ടെ, നിങ്ങൾ ആരോടും പറയാത്ത നിങ്ങളുടെ മനസ്സിലിരിക്കുന്ന രഹസ്യം ആയിക്കോട്ടെ, അതിനോട് വരെ ഈ മാർക്കറ്റ് പ്രതികരിച്ചിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ കോമഡിയൊക്കെ പറയില്ലേ, കേട്ടിട്ടുണ്ട്. അതേപോലെ നിങ്ങളിപ്പോ പുതിയൊരു ഇൻഫർമേഷൻ പബ്ലിക് ആക്കുമ്പോൾ തന്നെ മനസ്സിലെന്താണ്, ഇതൊക്കെ ഞാൻ നേരത്തെ അറിഞ്ഞതാണ്, ഇതിനോടൊക്കെ ഞാൻ നേരത്തെ പ്രതികരിച്ചതാണ്. സോ ആ ഒരു സിറ്റുവേഷൻ ആണ് ഈ സ്ട്രോങ് ഫോമിന്റെ അകത്ത് വരുന്നത്. സോ ഇതാണ് 3 ഫോംസ് എന്ന് പറയുന്നത്. അത് ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്, നമുക്ക് നാളെ പറയാം, സമയമില്ലാത്തതുകൊണ്ട്. സോ ദ ഡിഫറെന്റ് ഫോംസ് ഓഫ് efficient market hypothesis have been tested through several empirical studies. So ഈ സ്റ്റഡീസ് നമുക്ക് നാളെ പറയാം. ഓക്കെ, സോ ഇന്ന് പറഞ്ഞതിൻ്റെ അകത്ത് ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഇതിനകത്ത് സൗമ്യ എം 2 കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഒരെണ്ണം ലെയിം ഡക്ക് ഷോർട്ട് സെല്ലിംഗ് റിലേറ്റഡ് ആണോ എന്നുള്ളതാണ്. സെല്ലിംഗ് എന്ന് ഷോർട്ട് സെല്ലിംഗ് അല്ലേ ചോദിച്ചത്? ഓക്കെ, ഷോർട്ട് സെല്ലിംഗ് റിലേറ്റഡ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട് എങ്കിൽ ഷോർട്ട് സെല്ലിംഗ് റിലേറ്റഡ് ആണെന്ന് പറയാൻ സാധിക്കില്ല. കാരണം ലെയിം ഡക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഒരു ട്രെൻഡ് പറയാൻ പറ്റില്ല, ഇത് ബുള്ളിഷ് ആണ് അല്ലെങ്കിൽ ബെയറിഷ് ആണ് എന്ന് പറ്റാത്ത ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ സാധാരണ ലെയിം ഡക്ക് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ലെയിം ഡക്കിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ബുള്ളിഷ് ട്രെൻഡും ഇല്ല, ബെയറിഷ് ട്രെൻഡും ഇല്ല. പക്ഷെ ലെയിം ഡക്കിലും ഷോർട്ട് സെല്ലിംഗ് നടക്കാം. കാരണം എനിക്കിപ്പോ തോന്നുവാണ്, ഇപ്പം നിലവില് ലെയിം ഡക്ക് ആയിട്ടാണ് പോകുന്നത്, ഒരു ബുള്ളിഷ് ട്രെൻഡും അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്റ്റീപ്പ് ആയിട്ടുള്ള ബുള്ളിഷ് ട്രെൻഡോ ബെയറിഷ് ട്രെൻഡോ കാണിക്കുന്നില്ല. പക്ഷെ ഇന്ന് ഈവനിങ്ങോട് കൂടി ഒരു ബെയറിഷ് ട്രെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, എനിക്ക് ഷോർട്ട് സെല്ലിംഗ് നടത്താം, കുഴപ്പമില്ല. ഈ ഷോർട്ട് സെല്ലിങ്ങിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളൊരു എടുക്കുന്നത് ചിലപ്പം 1 പൈസയ്ക്ക് മാറ്റം വന്നാൽ മതി. ഇപ്പൊ ഞാൻ 100 രൂപയ്ക്ക് മേടിക്കുന്ന ഒരു സെക്യൂരിറ്റി എന്ന് പറയുന്നത് 100 രൂപ 1 പൈസ അല്ലെ 100 രൂപ 10 പൈസയ്ക്ക് എനിക്ക് എന്ത് ചെയ്യാം, ഷോർട്ട് സെല്ലിംഗ് നടത്താൻ വേണ്ടി സാധിക്കും. എന്ന് വെച്ചാൽ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു വരുമാനം എനിക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. 10 പൈസയുടെ ഡിഫറൻസ് ആ വരുന്നത്. ഞാനൊരു 10 ലക്ഷം സെക്യൂരിറ്റിയാണ് ചേഞ്ച് ചെയ്യുന്നതെങ്കിലോ എനിക്ക് ആ ഒരൊറ്റ ട്രേഡിങ് കൊണ്ട് ലക്ഷക്കണക്കിന് രൂപ അല്ലെ ആയിരക്കണക്കിന് രൂപ എനിക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. സോ ലെയിം ഡക്കിന്റെ അകത്തും എനിക്ക് എന്ത് ചെയ്യാം, ഷോർട്ട് സെല്ലിംഗ് നടത്താം. ഈ ഒരു 20 രൂപയുടെ 30 രൂപയുടെ 50 രൂപയുടെ 100 രൂപയുടെ ഡിഫറൻസ് അല്ലെങ്കിൽ വളരെ സ്റ്റീപ്പ് ആയിട്ടുള്ള ബുള്ളിഷ് ട്രെൻഡോ വളരെ സ്റ്റീപ്പ് ആയിട്ടുള്ള ബെയറിഷ് ട്രെൻഡോ വരണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ലെയിം ഡക്കിന്റെ അകത്ത് പറയുന്നത് ചിലപ്പോൾ 1 പൈസയുടെ ഡിഫറൻസിൽ ഇങ്ങനെ നാനാ പോലെ പോകുന്നതായിരിക്കും. സോ അതിൻ്റെ അകത്തും എനിക്ക് ചെയ്യാം ഷോർട്ട് സെല്ലിങ്. പക്ഷെ ഞാൻ ചെയ്യുന്ന വോളിയം ഓഫ് ഷെയർസ് എന്ന് പറയുന്നത് വലുതായിരിക്കണം എന്നേ ഉള്ളൂ. എങ്കിലും എനിക്ക് ഒരു പറയത്തക്ക രീതിയിലുള്ള ഒരു എമൗണ്ട് എനിക്ക് തിരിച്ചു കിട്ടുള്ളൂ. ഉദ്ദേശിക്കുന്ന ഒരു പ്രോപ്പർ ആയിട്ടുള്ള ട്രെൻഡ് കാണിക്കാത്ത ഒരു അവസ്ഥ, മീനിങ് തന്നെ മുടന്തരായതാകാവ്. അങ്ങനെ ചട്ടി അങ്ങ് പോകുന്നു എന്ന് വെച്ചാൽ വളരെ സ്പീഡിൽ ഒരു ട്രെൻഡ് കാണിക്കാതെ മുടന്തി പോകുന്ന ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ലെയിം ഡക്ക് എന്ന് പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ഷോർട്ട് സെല്ലിംഗ് നടത്താം. പക്ഷെ അതിന്റെ ക്വാണ്ടിറ്റി കുറച്ച് വലുതായിരിക്കണം, നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത് കുറച്ച് വലുതായിരിക്കണം. സോ എങ്കിൽ മാത്രമേ നല്ലൊരു വരുമാനം അതിൻ്റെ അകത്ത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പിന്നെ വരുന്നത് മ്യൂച്വൽ ഫണ്ട് ക്യാഷ് റേഷ്യോ ആണ്. മ്യൂച്വൽ ഫണ്ട് ക്യാഷ് റേഷ്യോ ഓൾറെഡി ഞാൻ ഒന്നുകൂടെ പറയാം. ഇപ്പം എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ 100 രൂപയുണ്ട്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ 100 രൂപയുണ്ട്. സോ എൻ്റെ കയ്യിൽ 100 രൂപയുണ്ട് എങ്കിൽ ഇപ്പൊ ഞാനിപ്പം മാർക്കറ്റിൽ കൂടെ നടക്കുവാണ്, എനിക്കൊരു സാധനം പെട്ടെന്ന് കണ്ടു, ഇഷ്ടപ്പെട്ടു, എനിക്കത് അപ്പം തന്നെ മേടിക്കാം. അതിന് പകരം എനിക്ക് 100 രൂപ വർത്തുള്ള ഒരു സാധനമാണ് എൻ്റെ കയ്യിലുള്ളതെങ്കിൽ എനിക്കത് പെട്ടെന്ന് മേടിക്കാൻ പറ്റില്ല. ഞാൻ എന്ത് ചെയ്യണം, ഈ 100 രൂപ വർത്തുള്ള സാധനം വിറ്റ് 100 രൂപ ആക്കിയിട്ട് വേണം എനിക്കിത് മേടിക്കാൻ വേണ്ടിയിട്ട്. സോ എന്താ സംഭവിക്കുന്നത്, എൻ്റെ പർച്ചേസിങ്ങിന്റെ ടൈം മാറുവാണ് ചെയ്യുന്നത് അല്ലെ. ലിക്വിഡ് ക്യാഷ് ആയിട്ട് 100 രൂപയുള്ള സമയത്ത് എനിക്ക് ഇപ്പൊ ഞാനിങ്ങനെ നടന്നു പോകുന്ന സമയത്താണ് അപ്രതീക്ഷിതമായിട്ട് ഒരു ലേലം കാണുന്നത്. ഒരു ലേലം നടന്നുകൊണ്ടിരിക്കുകയാണ്, ലേലം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ എൻ്റെ കയ്യിൽ 100 രൂപ ഉണ്ടെങ്കിൽ എനിക്ക് അപ്പം തന്നെ ഓടിച്ചെന്ന് ലേലം വിളിക്കാം. 100 രൂപയ്ക്ക് ആ സാധനം കിട്ടുവാണെങ്കിൽ എനിക്ക് അപ്പം തന്നെ മേടിക്കാം. എൻ്റെ കയ്യിൽ 100 രൂപ വർത്തുള്ള ഒരു സാധനം
100 രൂപയും കൊണ്ട് വരുന്ന സമയത്തേക്ക് ഈ ലേലം തീർന്നിട്ടുണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? സോ എനിക്ക് ആ സാധനം മേടിക്കാൻ പറ്റിയെന്ന് വരില്ല. ഈ ലേലം നടക്കുന്ന പോലെ തന്നെയാണ് എന്ത് നടക്കുന്നത്, നമ്മുടെ ട്രേഡിങ് നടക്കുന്നത്. കുറെ പേര് കൊട്ടേഷൻസ് കൊടുക്കുന്നു, കുറെ പേര് അതിന്റെ പ്രൈസ് കോട്ട് ചെയ്യുന്നു. അതെപ്പോ ക്ലോസ് ചെയ്യുന്നോ ആ സമയത്ത് അതിന്റെ സെയിൽ തീരും. എന്റെ കയ്യിൽ കുറെ ഷെയർ ഇവിടെ ഇരിപ്പുണ്ട്. എനിക്കത് വിൽക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഞാൻ നിൽക്കുന്ന നിപ്പിന് എനിക്കത് ഇപ്പൊ 1 ലക്ഷം രൂപയുടെ ഷെയർ എന്റെ കയ്യിലുണ്ട്, അല്ലെ സെക്യൂരിറ്റി എന്റെ കയ്യിലുണ്ട്. വിൽക്കാൻ വേണ്ടിയിട്ട് സാധിച്ചെന്ന് വരില്ല. 10 മിനിറ്റ് 20 മിനിറ്റോ ചിലപ്പോൾ ഒരു ദിവസം എടുത്തെന്ന് വരാം. സോ അത് ഈ 1 ലക്ഷം രൂപ ഈ സാധനം വിറ്റ് 1 ലക്ഷം രൂപയാക്കി ഞാൻ ഈ ലേലത്തിൽ പങ്കെടുക്കുന്നതാണോ, അതോ ലിക്വിഡ് ആയിട്ട് എന്റെ അക്കൗണ്ടിൽ ഞാൻ 1 ലക്ഷം രൂപ വെച്ച് എപ്പോഴാണോ ലേലം നടക്കുന്നത് അപ്പോൾ തന്നെ ഞാൻ കോട്ട് ചെയ്ത് ആ സാധനം മേടിക്കുന്നതാണോ എനിക്ക് സിമ്പിൾ ആയിട്ടുള്ള കാര്യം? 1 ലക്ഷം രൂപ എന്റെ അക്കൗണ്ടിൽ കിടക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഇതേ കാര്യം തന്നെയാണ് മ്യൂച്വൽ ഫണ്ടുകാരും ചെയ്യുന്നത്. കാരണം മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് വല്ലവന്റെയും കാശ് എടുത്തിട്ട് അല്ലെങ്കിൽ പബ്ലിക്കിന്റെ കാശ് എടുത്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന പരിപാടിയാണ്. സോ അവർക്ക് എന്താണ്, ഈ ഷെയർ മാർക്കറ്റിന്റെ പ്രത്യേകതയാണ് എവരി സെക്കൻഡ് ഈസ് ഇമ്പോർട്ടന്റ്. എപ്പോൾ മേടിക്കണം, അത് 1 മിനിറ്റ് താമസിച്ചാൽ ആമ്പിള്ളേർ കൊണ്ടുപോവുക ഷെയർ. മനസ്സിലായോ? നമ്മൾ ബിഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലെ? സോ നമ്മൾ ബിഡ് ചെയ്യാൻ 1 മിനിറ്റോ 1/2 മിനിറ്റോ താമസിച്ചാൽ നമ്മൾ മേടിക്കാൻ വേണ്ടി വരുന്ന സാധനം അത് വേറെ ആൾക്കാർ കൊണ്ടുപോയിട്ടുണ്ടാവും. സോ എപ്പോഴും നമ്മുടെ കയ്യിൽ കാശ് റെഡി ആയിട്ടുണ്ടാവണം. സോ അതിന്റെ ഈ ഇത് പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, മ്യൂച്വൽ ഫണ്ടുകാർ അവരുടെ കയ്യിൽ ലിക്വിഡ് ക്യാഷ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് എങ്കിൽ അതിനർത്ഥം എന്താണ്, അവർ ഏത് സമയവും സാധനം മേടിക്കാൻ തയ്യാറായി നിൽക്കുന്നു എന്നാണ് അതിനർത്ഥം. അതിനർത്ഥം എന്താണ്, സമയവും ബുള്ളിഷ് ട്രെൻഡ് വരാനുള്ള സാധ്യതയുണ്ട് എന്ന് വെച്ചാൽ ബുള്ളിഷ് ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അവരത് സാധനം മേടിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 30-70 കണക്ക്. ആ 30 ക്രോസ് ചെയ്യാൻ വേണ്ടിയാണ് ഇവർ ഈ ലിക്വിഡ് ക്യാഷും കൊണ്ട് വെയിറ്റ് ചെയ്യുന്നത്. ആ 30 എപ്പോൾ ക്രോസ് ചെയ്യുന്നോ അപ്പൊ ഇവർ ഈ സാധനം മേടിക്കും. അവരുടെ കയ്യിൽ ഈ ലിക്വിഡ് ക്യാഷ് റേഷ്യോ കൂടുതലാണ് എങ്കിൽ അതിനർത്ഥം ഒരു ബുള്ളിഷ് ട്രെൻഡ് വരാൻ വേണ്ടിയിട്ട് മ്യൂച്വൽ ഫണ്ടുകാർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മളും എന്ത് ചെയ്യുക, അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുക. അവരുടെ കയ്യിൽ ലിക്വിഡ് ക്യാഷ് ഒന്നുമില്ല, എല്ലാം ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. അതിനർത്ഥം എന്താണ്, അവരിനി അടുത്തെങ്ങും ഒരു ബുള്ളിഷ് ട്രെൻഡ് പ്രതീക്ഷിക്കുന്നില്ല, ഒരു ബെയറിഷ് ട്രെൻഡ് ആണ് പ്രതീക്ഷിക്കുന്നത്. കാരണം അവരെല്ലാം മേടിച്ചു വെച്ചേക്കുവാണ്. ഇനി അവർക്ക് എന്താ ചെയ്യേണ്ടത്, വിൽക്കുക ചെയ്യേണ്ടത്. സോ അവരെന്തിനു വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്, താഴേക്ക് വരാനാണ് വെയിറ്റ് ചെയ്യുന്നത്. അതിനർത്ഥം എന്താണ്, ഇപ്പൊ ഓൾറെഡി ബുള്ളിഷ് ട്രെൻഡ് തീരാനായി, ഏറ്റവും മുകളിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്, ഇനി താഴേക്കാണ് വരേണ്ടത്. ഐഡിയ മനസ്സിലാവുന്നുണ്ടോ? സോ ഈ എന്താ അതിന്റെ പേരെന്തായിരുന്നു, മ്യൂച്വൽ ഫണ്ട് ക്യാഷ് റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അവർ ക്യാഷ് റെഡിയാക്കി വെച്ചിട്ടുണ്ടോ ഇല്ലയോ, അതാണ് അതിന്റെ മീനിങ്. മനസ്സിലായോ? ഓക്കെ, ക്ലിയർ. ഞാൻ ഇത്രയും ഇങ്ങനെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തതെന്ന് വെച്ചാൽ നമുക്ക് സമയം ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഇങ്ങനെ ഞാൻ ഇങ്ങനെ സ്പീഡിൽ പറയുന്ന സാധനങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതേപോലെ ചോദിച്ചാൽ ഞാൻ ഇതേപോലെ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, വേറെ എന്തെങ്കിലും? കാരണം നമുക്ക് സമയത്തിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇതേ പോയിന്റും വിശദീകരിക്കാത്തത്. Any other doubts? ഇല്ല. ഓക്കെ, അങ്ങനെ നമുക്കിന്ന് നിർത്താം. ഓക്കെ.